ओके, नमस्ते। ओम गुरु ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ओम भृगुर् अत्रि वसिष्ठस्य विश्वकर्मा मयस्तदा नारदो नग्नजिच्चैव विशालाक्षः पुरन्दरः ब्रह्म कुमारो नन्दिशः शौनगो गर्ग एव च वासुदेवो अनिरुद्धश्च तथा शुक्र बृहस्पति अष्टादशैद विख्याता वस्तुशास्त्रोपदेश ഇരിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിപ്പം ബേസിക് കോഴ്സിന്റെ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിന്റെ റിവിഷൻ അല്പം കൂടെ ഉണ്ട്, തീരാറായി. അപ്പോൾ അതാണ് അതില് പൊക്കത്തെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുന്ന എൻ്റെ ഓർമ്മ. പൊക്കം എന്ന് പറയുമ്പോഴത്തേക്ക് പഞ്ചഭൂതാത്മകമായ പൊക്കം. ഒരു വീടിന് പഞ്ചഭൂതാത്മകമായ പൊക്കത്തിൽ അഗ്നിഭൂതം പാടില്ല. അതിൻ്റെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ പിന്നെ ഒറ്റ നില വീട്, രണ്ടു നില വീടിനൊക്കെ വാസ്തുപ്രകാരം സാധാരണ കൊടുക്കാറുള്ള പൊക്കം അതെല്ലാം കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഡോർസ് ആൻഡ് വിൻഡോസ്, വാതിലുകളും ജനലുകളും എത്തുന്നതാണ് എൻ്റെ ഓർമ്മ. ശരിയല്ലേ? അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാം. വാതിലുകളും ജനലുകളും എടുക്കാനുണ്ട്. വാതിലും ജനലും എടുക്കാനുണ്ട്. ഹൈറ്റിന്റെ ഒക്കെ എടുത്തല്ലോ, ഹൈറ്റ്, പൊക്കം, പാദമാനം അതെല്ലാം എടുത്തല്ലോ. അതെ അതെ, ശരി. അപ്പൊ നമ്മള് വാതിലുകളും ജനലുമാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ഞാൻ ഷെയർ ചെയ്യാം. വാതിലുകൾ, ജനലുകൾ. ഒരു വീട്ടിന്റെ ഈ വാതിലും ജനലും ഒക്കെ വാസ്തുശാസ്ത്ര വിധി പ്രകാരം ചെയ്യുകയാണെങ്കിൽ അത് ആ വീടിന്റെ ഊർജാവസ്ഥ, പോസിറ്റീവ് ഊർജം അല്ലെങ്കിൽ അനുകൂല ഊർജത്തെ വളരെയധികം എൻഹാൻസ് ചെയ്യാൻ, വർദ്ധിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് കഴിയുന്നിടത്തോളം നമ്മുടെ വാതിലുകളും ജനലുകളും എല്ലാം വാസ്തുപ്രകാരം തന്നെ ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം. വാസ്തു നിബന്ധനകൾ അനുസരിച്ച് വാതിലും ജനലും ഒക്കെ ചെയ്യാന്ന് വെച്ചാല്, ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സാധാരണ കിഴക്കിനെയായിട്ട് ചെയ്യുന്ന ഒരു വീട്, അതായത് വീട് കിഴക്കോട്ട് മാറി നിൽക്കുന്നു, പടിഞ്ഞാറ് ദിശയ്ക്ക് അഭിമുഖമായിട്ടുള്ള വീട്, പടിഞ്ഞാറ് ദിശയെ ഫേസ് ചെയ്യുന്ന വീട്. അതിന് നമുക്കറിയാം ധ്വജയോനി മാത്രമേ ആകാവൂ, മറ്റു യോനികളൊന്നും അതിന് പാടില്ല. അപ്പൊ അതുപോലെ തന്നെ കിഴക്കിനെയായിട്ട് ചെയ്യുന്ന ഒരു വീട്, ആ വീട്ടിലെ ജനലും കഥകളും എല്ലാം ധ്വജയോനി തന്നെ ആയിരിക്കണം, വേറെ ഒരു യോനിയും പാടില്ല. അപ്പൊ അങ്ങനെ ആ വീടിന്റെ അളവുകൾ, നീളം, വീതി തുടങ്ങിയ അളവുകളൊക്കെ എടുക്കുന്നത് അപ്പൊ ഏത് യോനി ആയിരിക്കണം, അതിന് ഏതൊക്കെ ദിശയിലേക്കുള്ള വീടുകൾക്ക് ഏതൊക്കെ യോനി ആകാം, ഏതൊക്കെ യോനി ആകാൻ പാടില്ല എന്നൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ അതേ നിബന്ധനകളൊക്കെ വാതിലുകൾക്കും ജനലുകൾക്കും ബാധകമാണ്. അതായത് കിഴക്കിനെയായിട്ടുള്ള വീടിന്റെ വാതിലുകളും ജനലും എല്ലാം കിഴക്കിനെയായിട്ടുള്ള വീടിനുള്ള ചുറ്റളവ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ നോക്കുന്നില്ല. ഇപ്പൊ തെക്കിനെയായിട്ടുള്ള വീടാണെങ്കിൽ നമുക്കറിയാം, തെക്കിനെയായിട്ടൊരു വീട് വെക്കുകയാണെങ്കിൽ ആ വീടിന് സിംഹയോനി അത്യുത്തമവും ധ്വജയോനി ഉത്തമവുമാണ്.
അപ്പൊ അതുപോലെ തെക്കിനിയായിട്ടൊരു വീടിന്റെ വാതിലുകളും ജനലുകൾക്കും എല്ലാം അതേ നിയമം ബാധകമാണ്. അതായത് സിംഹയോനി അത്യുത്തമവും ധ്വജയോനി ഉത്തമവുമാണ്. ഇപ്പൊ പടിഞ്ഞാറ്റിനായിട്ടാണ് വീട് ചെയ്യുന്നതെങ്കിൽ അവിടെ വൃഷഭയോനിയാണ് അത്യുത്തമം. പടിഞ്ഞാറ്റിനായിട്ട് ചെയ്യുന്ന വീടിന്, കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടിന്, ആ വീടിന്റെ ചുറ്റളവൊക്കെ കാണുമ്പോൾ വൃഷഭയോനിയാണ് അത്യുത്തമം. അതേസമയം ധ്വജം, സിംഹം, ഗജം യോനികൾ, ഈ 3 യോനികൾ ഉത്തമത്തിൽ തന്നെ എടുക്കുക. അതേ നിയമം ജനലുകൾക്കും ബാധകമാണ്. വൃഷഭയോനിയിൽ ആയിട്ടായത് കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന ഒരു വീടിന്, വൃഷഭയോനി ആണ് ഏതായാലും കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടിന് നമ്മളിപ്പം വൃഷഭയോനി മാത്രമല്ല ധ്വജവും സിംഹവും ഗജവും ഒക്കെ എടുക്കാം. അപ്പൊ ഈ 4 യോനിയിൽ ഏതെടുത്താലും ശരി, കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന വീടിന് അതിന്റെ ജനലുകളും വാതിലുകളും നമ്മൾ അളവുകൾ കണ്ടുപിടിക്കുമ്പോൾ അതിനും വൃഷഭയോനി അത്യുത്തമം, ധ്വജം, സിംഹം, ഗജം യോനികൾ ഉത്തമം. ഇപ്പം വീടിന് വൃഷഭയോനി ആണെങ്കിൽ പിന്നെ ജനലും കഥകിനും ധ്വജയോനിയാകാം. കാരണം ധ്വജവും വൃഷഭവും കിഴക്കോട്ട് ഫേസ് ചെയ്യുന്ന പടിഞ്ഞാറ്റിനായിട്ടുള്ള വീടിന് വൃഷഭവും ധ്വജവും എല്ലാം ആകാം. അപ്പൊ അതുകൊണ്ട് തന്നെ വീട് ധ്വജമാകാം, ജനലും കഥവും വൃഷഭവും ആകാം, അല്ലെങ്കിൽ വീട് വൃഷഭമാകാം, ജനലും കഥവും ധ്വജമാകാം. അങ്ങനെ ഇതിന് യോജിക്കുന്ന, അതായത് പടിഞ്ഞാറ്റിനായിട്ടുള്ള ഒരു വീടിന് യോജിക്കുന്ന എല്ലാ അളവുകളും വാതിലുകൾക്കും ജനലുകൾക്കും ആകാം. നമുക്ക് നോക്കാം അതിന്റെ ഇത് വേണമെന്ന് നോട്ട് ചെയ്തോളൂ. വാതിലുകൾ, ജനലുകൾ. വീടിന്റെ വാതിലുകളുടെയും ജനലുകളുടെയും അളവുകൾ വീടിന്റെ വാതിലുകൾ, ജനലുകൾ. വീടിന്റെ വാതിലുകളുടെയും ജനലുകളുടെയും അളവുകൾ വീടിന്റെ ദിശയ്ക്കനുസരിച്ചുള്ള ഉത്തമമായ ചുറ്റളവിൽ വേണം കാണേണ്ടത്. വാതിലുകൾ, ജനലുകൾ. വീടിന്റെ വാതിലുകളുടെയും ജനലുകളുടെയും അളവുകൾ വീടിന്റെ ദിശയ്ക്കനുസരിച്ചുള്ള ഉത്തമമായ ചുറ്റളവിൽ വേണം കാണേണ്ടത്. ഉത്തമമായ ചുറ്റളവ് എന്ന് ഉദ്ദേശിച്ചത് യോനി, ഏത് യോനിയാണോ വീടിന് വേണ്ടി അതേ യോനി തന്നെ കതവും ജനലും അതിന്റെ അളവുകൾ കണ്ടുപിടിക്കണം. അതായത് എല്ലാവർക്കും സ്ക്രീനിൽ വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീനിൽ എഴുതിയേക്കുന്നത് വായിക്കാൻ പറ്റും. ഓക്കെ. അതായത് കിഴക്കിനിയായി ചെയ്യുന്ന വീടിന്റെ വാതിലുകളും ജനലുകളുമെല്ലാം, ധ്വജയോനിയിൽ തന്നെ ആയിരിക്കണം. തെക്കിനി വീടുകൾക്ക് സിംഹയോനിയും ധ്വജയോനിയും സ്വീകാര്യമാണ്. വാതിലും ജനലും ചെയ്യുമ്പോൾ തെക്കിനി വീടുകൾക്ക് സിംഹയോനിയും ധ്വജയോനിയും സ്വീകാര്യമാണ്. എഴുതി കാണുന്നതായിരിക്കുന്നു. അടുത്തോട്ട് പോകുന്നു. എഴുതിയില്ലേ പറയാം. ഇല്ല. ഓക്കെ, എഴുതി കഴിയുമ്പോൾ പറയാം. എഴുതി തീരാത്ത ആരും ഉണ്ടോ? ഓക്കെ. വടക്കിനി വീടുകൾക്ക് ഗജ, സിംഹ, ധ്വജ യോനികളും പടിഞ്ഞാറ്റിനി വീടുകൾക്ക് വൃഷഭ, ഗജ, സിംഹ, ധ്വജ യോനികളും ഉപയോഗിക്കാം. 4 യോനി. പടിഞ്ഞാറ്റിനി വീടുകൾക്ക് വൃഷഭ, ഗജ, സിംഹ, ധ്വജ യോനികളും ഉപയോഗിക്കാം. അത് വീടിന്റെ ചുറ്റളവിനുള്ള ആ യോനി, അത് സെയിം റൂള് തന്നെ. ഇനി രണ്ടാമത്തത്, വീട് നമുക്ക് സിംഹയോനി ചെയ്യാൻ തീട്ട. ഉദാഹരണത്തിന് തെക്കിനിയായിട്ടുള്ള വീട് നമുക്കറിയാം സിംഹയോനി, ധ്വജയോനിയാണ്. നമ്മൾ സിംഹയോനി ചെയ്യാണ് ആണെങ്കിൽ, സോറി തെക്കിനിക്കല്ല, ഇപ്പം വടക്കിനിക്ക്
ഗജയോനി അത്യുത്തമവും ധ്വജം സിംഹം യോനികൾ ഉത്തമവുമാണ്. അപ്പൊ വടക്കിനി വീടിന് നമുക്ക് ഗജയോനി എടുക്കാം, സിംഹയോനി എടുക്കാം, ധ്വജയോനി എടുക്കാം. അപ്പൊ ഗജയോനിയാണ് എടുക്കുന്നതെങ്കിൽ സിംഹയോനി കഴിയുന്നത്, അതായത് ഇപ്പൊ വീടിന് ഗജയോനി ആണെങ്കിൽ കഥകിനും ജനലും സിംഹയോനി എടുക്കുന്നത് നല്ലതല്ല. അതുപോലെ വീടിന് സിംഹയോനി ആണെങ്കിൽ കഥകിനും വെണ്ണും ഗജയോനി നല്ലതല്ല. കാരണം ഗജവും സിംഹവും തമ്മിൽ ചേരില്ല, ഗജയോനിയും സിംഹയോനിയും തമ്മിൽ ചേരില്ല. അതുകൊണ്ട് ഇപ്പൊ വീടിന് ഗജയോനി എടുത്താൽ ജനലിലും അതേ വീടിന്റെ ജനലിലും കഥകിനും കഴിയുന്നത് സിംഹയോനി എടുക്കാതിരിക്കണം. അതുപോലെ വീടിന് സിംഹയോനി എടുത്താൽ അതേ വീടിന്റെ ജനലുകൾക്കും കഥകൾക്കും സിംഹയോനി എടുത്താൽ ഗജയോനി പാടില്ല, ഗജയോനി എടുത്താൽ സിംഹയോനിയും പാടില്ല. ആണ് പടിഞ്ഞാറ്റിന്റെ വീടുകൾക്ക് വൃഷഭ ഗജ സിംഹ ധ്വജയോനികൾ ഉപയോഗിക്കാം. രണ്ടാമത്തത് വീട് സിംഹയോനിയിലാണെങ്കിൽ വാതിലുകൾക്കും ജനലുകൾക്കും ഗജയോനി അശുഭമാണ്. അതേ വീട് സിംഹയോനിയിലാണെങ്കിൽ വാതിലുകൾക്കും ജനലുകൾക്കും ഗജയോനി അശുഭമാണ്. കാരണം സിംഹവും ഗജവും തമ്മിൽ ചേരുന്നില്ല. അതുപോലെ നേരെ തിരിച്ചും വീട് ഗജയോനിയിലാണെങ്കിൽ വാതിലുകൾക്കും ജനലുകൾക്കും സിംഹയോനിയും അശുഭമാണ്. വാതിലുകൾക്കും ജനലുകൾക്കും സിംഹയോനി അശുഭമാണ്. എഴുതി കഴിഞ്ഞ് പറയണം. ഇഷ്ടംകൂടെ സ്പീഡിൽ എഴുതാൻ പഠിക്കുക. കൈകാറ്റ ആരിലുണ്ടോ? ഓക്കെ. മൂന്നാമത്തത്, വാതിലുകൾക്കും ജനലുകൾക്കും അങ്കുലം അളവാണ് സ്വീകരിക്കേണ്ടത്. അങ്കുലം അളവ് സ്വീകരിക്കണം എങ്ങനെയാണെന്നുള്ളത് പറയാം, ചെയ്യുമ്പോൾ കാണിച്ചു തരാം. വാതിലുകൾക്കും ജനലുകൾക്കും അത് നമ്മൾ നേരത്തെ അങ്കുലം അളവാണെന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. വീടിന് കോരളവ്, വാതിലും ജനലും ഒക്കെ അങ്കുലം അളവ്. അതെന്തുവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ള അത് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. വാതിലുകൾക്കും ജനലുകൾക്കും അങ്കുലം അളവാണ് സ്വീകരിക്കേണ്ടത്. 4, വാതിലുകളുടെയും ജനലുകളുടെയും ഉൾച്ചുറ്റിനാണ് പ്രാധാന്യം. വാതിലിന്റെ ഒക്കെ ഉൾച്ചുറ്റിനാണ് പ്രാധാന്യം. 5, വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്ന എല്ലാ വാതിലുകൾക്കും പൂജാമുറിയുടെ വാതിലിനും അടിപ്പടി ഉണ്ടായിരിക്കണം. അത് അടിയിലും പടി ഉണ്ടായിരിക്കണം. അതിന്റെ ഫ്രെയിമിന് 4 വശവും ഉണ്ടായിരിക്കും. കട്ടിളയ്ക്ക് 4 വശവും ഉണ്ടായിരിക്കും. വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്ന എല്ലാ വാതിലുകൾക്കും, അകത്തുള്ള വാതിലുകൾക്ക് വേണമെങ്കിൽ ആകാം, നിർബന്ധമില്ല, അടിപ്പടി ഇല്ലാതെയും ചെയ്യാം. പക്ഷെ വെളിയിലോട്ട് ഇറങ്ങുന്ന എല്ലാ കതകുകൾക്കും പൂജാമുറിയുടെ കതകിനും അതായത് പൂജാമുറിയുടെ വാതിലിനും അടിപ്പടി ഉണ്ടായിരിക്കണം. 6, പ്രധാന വാതിലിന്റെ ഉൾച്ചുറ്റ് മറ്റു വാതിലുകളെക്കാൾ കൂടിയിരിക്കണം. അതായത് പ്രധാന വാതിലിനായിരിക്കണം ഉൾച്ചുറ്റ് ഏറ്റവും കൂടുതൽ. ബാക്കി വാതിലൊന്നും പ്രധാന വാതിലിന്റെ അത്രയോ ആ ഉള്ളിൽ ചുറ്റുപാടില്ല. പ്രധാന വാതിലിന് മറ്റുള്ള എല്ലാ വാതിലുകളെക്കാളും ചുറ്റു കൂടിയിരിക്കണം. അതുപോലെ തന്നെ വാതിലിന്റെ പൊക്കവും വീതിയും, അതും പ്രധാന വാതിലിന് പൊക്കവും വീതിയെല്ലാം പ്രധാന വാതിലിന് കൂടിയിരുന്നാൽ കൂടുതൽ നല്ലതാണ്. ആണ് 7. പ്രധാന വാതിലിന് മറ്റു വാതിലുകളെക്കാൾ പൊക്കവും വീതിയും കൂടിയിരിക്കുന്നത് ഉത്തമമാണ്. പ്രധാന വാതിലിന് മറ്റു വാതിലുകളെക്കാൾ പൊക്കവും വീതിയും കൂടിയിരിക്കുന്നത് ഉത്തമമാണ്. 8, അതുപോലെ എഴുതിയല്ലാരും 7 എഴുതി കഴിഞ്ഞു. ഓക്കെ. 8, കട്ടിളയുടെ ഘനവും വീതിയും പ്രധാന വാതിലിന് മറ്റു വാതിലുകളെ അപേക്ഷിച്ച് കൂടിയിരിക്കുന്ന ഉത്തമമാണ്. അത് ആ കട്ടിളയുടെ ഘനവും അതുപോലെ കട്ടിളയുടെ വീതിയും.
രണ്ടും മറ്റു വാതിലുകളെക്കാൾ കൂടുതൽ പ്രധാന വാതിലിനുള്ളത് നല്ലതാണ്. ഈ ഖനം എന്ന് പറഞ്ഞാല് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പക്ഷെ കുറച്ച് തടി കൂടുതലാവും. ഭിത്തിയുടെ അതേ ഖനത്തിൽ തന്നെ, ഭിത്തിയുടെ ആ ഖനത്തിൽ തന്നെ കട്ടിലയുടെ ആ വീതി കൊടുക്കാമെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ കതവ് വരുന്ന ഭാഗത്ത് കുറച്ച് തടിച്ചു കൊടുത്ത് പിന്നെ അറ്റത്തോട്ട് കുറച്ച് ഖനം കുറഞ്ഞായാലും ശരി, കട്ടിലയുടെ വീതിയും ഭിത്തിയും ഒരേ വീതിയിലുള്ള ഭിത്തിയുടെ ഖനത്തിൽ തന്നെ കട്ടിലയുടെ വാതിലും കൊടുക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതാണ് 9ാമത്തെ ഐറ്റം. പ്രധാന വാതിലിന്റെ കട്ടിലയ്ക്ക് ഭിത്തിയുടെ ഖനം തന്നെ കൊടുക്കുന്നത് ഉത്തമമാണ്. പ്രധാന വാതിലിന്റെ കട്ടിലയ്ക്ക് ഭിത്തിയുടെ ഖനം തന്നെ കൊടുക്കുന്നത് ഉത്തമമാണ്. സാധാരണയായി 9ാമത്തെ തന്നെ പ്രധാന വാതിലിന്റെ കട്ടിലയ്ക്ക് ഭിത്തിയുടെ ഖനം തന്നെ കൊടുക്കുന്നത് ഉത്തമമാണ്. സാധാരണയായിട്ട് അതായത് പ്രധാന വാതിലിന് ഈ ഇങ്ങനെ അല്ല, ഭിത്തിയുടെ ഖനം തന്നെ അല്ല കൊടുക്കുന്നതെങ്കിൽ അതിന്റെ ഖനം അത് വീതിയാണ് പ്രധാന വാതിലിന്റെ കട്ടിലയ്ക്ക്. പക്ഷെ ഇതിന് 7.5 സെന്റിമീറ്റർ ഖനം പ്രധാന വാതിലിനും മറ്റു വാതിലുകൾക്കും ജനലുകൾക്കും 6.5 സെന്റിമീറ്റർ ഖനവും സാധാരണ കൊടുക്കാറുണ്ട്. അതാണ് അടുത്ത അറിയുന്നത്. 10 അല്ല 9 പ്രധാന വാതിൽ സാധാരണയായി പ്രധാന വാതിലിന്റെ കട്ടിലയ്ക്ക് 7.5 സെന്റിമീറ്ററും മറ്റു വാതിലുകളുടെയും ജനലുകളുടെയും കട്ടിലയ്ക്ക് 6.5 സെന്റിമീറ്റർ എന്നിങ്ങനെ ഖനം കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഖനം കൽപ്പിക്കാറുണ്ട്. പ്രധാന വാതിലിന് 7 മറ്റത് 6 ആകുമ്പോൾ മറ്റുള്ള വാതിലുകളുടെ ഖനത്തേക്കാൾ കൂടുതൽ പ്രധാന വാതിലിന്റെ ഖനം വരും കട്ടയുടെ. പത്താമത്തത് 9 കഴിഞ്ഞല്ലോ, അതിൽ തീർന്നില്ലേ പറയാം. തീരാ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇല്ല. 10 പ്രധാന വാതിലിനും പൂജാമുറിയുടെ വാതിലിനും കതകുകൾ 2 പാനലായിരിക്കണം. അതാണ് ഏറ്റവും നല്ലത്. പ്രധാന വാതിലും 2ആയിട്ട് തുറക്കണം, 2 പാനൽ. അതുപോലെ പൂജാമുറിയുടെ കതകളിലും 2 പാനൽ നല്ലതാണ്. ലാസ്റ്റ് ഐറ്റം, ഇപ്പൊ വെന്റിലേറ്റർ, ടോയ്ലറ്റിന്റെ കതകുകൾ, ഇതിനൊന്നും നമുക്ക് ഈ ചുറ്റു നോക്കേണ്ട ആവശ്യമില്ല, സൗകര്യമുള്ള ചുറ്റു കൊടുക്കാം. അത് വെന്റിലേറ്ററുകൾ, ടോയ്ലറ്റിന്റെ കതകുകൾ എന്നിവയ്ക്ക് സൗകര്യപ്രദമായ അളവുകൾ കൊടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ജനലും കതകും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം. ഇനിയിപ്പോ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇത് എഴുതിക്കോളൂ. കട്ടിള ഉൾപ്പെടെ 210 സെന്റിമീറ്റർ പൊക്കവും, കട്ടിള ഉൾപ്പെടെ 210 സെന്റിമീറ്റർ പൊക്കവും 100 സെന്റിമീറ്റർ വീതിയും ഉദ്ദേശിക്കുന്ന, കട്ടിള ഉൾപ്പെടെ 210 സെന്റിമീറ്റർ പൊക്കവും 100 സെന്റിമീറ്റർ വീതിയും ഉദ്ദേശിക്കുന്ന തെക്കിനി വീടിന്റെ പ്രധാന വാതിലിന് ഉത്തമമായ അളവുകൾ കാണുക. കട്ടിള ഉൾപ്പെടെ 210 സെന്റിമീറ്റർ പൊക്കവും 100 സെന്റിമീറ്റർ വീതിയും ഉദ്ദേശിക്കുന്ന തെക്കിനി വീടിന്റെ പ്രധാന വാതിലിന് ഉത്തമമായ അളവുകൾ കാണുക. അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യം എഴുതി കാണുന്ന വിചാരിക്കുന്നു. ഇവിടെ തെക്കിനിയാണ് വീട്. തെക്കിനി വീട് നമുക്കറിയാം സിംഹയോനി അത്യുത്തമവും ധ്വജയോനി ഉത്തമവും. അപ്പൊ തെക്കിനി വീടിന്റെ വാതിലുകൾക്കും ജനലുകൾക്കും എല്ലാം സിംഹയോനിയോ അല്ലെങ്കിൽ ധ്വജയോനിയോ കൊടുക്കാം, വേറെ ഒരു യോനിയും പാടില്ല. നമ്മളൊരു പടം വരയ്ക്കുക. ഇതൊരു ഡോറാണെന്ന് കിട്ടിയതിന്റെ ഹൈറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 210 സെന്റിമീറ്റർ, അതിന്റെ വീതി 100 സെന്റിമീറ്റർ. ഇത് ഔട്ട്സൈഡിന്റെ ആണ്. അപ്പം നമുക്കറിയാം പ്രധാന വാതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 7.5 സെന്റിമീറ്റർ ഖനമാണ് സാധാരണ കൊടുക്കാറുള്ളത്. പ്രധാന വാതിലിന്റെ കട്ടിലയുടെ ഖനം 7 സെന്റിമീറ്ററും
മറ്റു വാതിലുകൾക്കും ജനലുകൾക്കും എല്ലാം 6.5 സെന്റിമീറ്റർ ഘനമാണ് സാധാരണ കൊടുക്കാറുള്ളത്. അപ്പൊ ഇതിന് 7 സെന്റിമീറ്റർ ഘനമുള്ള കട്ടള കൊടുത്താൽ നമുക്കൊരു ഇതിപ്പോ വെളിയിലത്തെ ഇപ്പൊ കൊടുത്തേക്കുന്ന റെക്ടാങ്കിൾ പോലെ കാണിച്ചിരിക്കുന്നത് കട്ടളയുടെ ഔട്ട്സൈഡ് ആണെങ്കിൽ ഇൻസൈഡ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ഇത് കട്ടള ഘനം നമ്മളിത് പ്രധാന വാതിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 7.5 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുക. കട്ടളയുടെ ഘനം 7.5 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുമ്പോൾ ഉള്ളിലെ പൊക്കം കതകിന്റെ ഇപ്പൊ 210 ഔട്ട്സൈഡിന്റെ പൊക്കം. അപ്പൊ ഓരോ സൈഡിലും 7.5 കുറയ്ക്കുമ്പോൾ 7.5 15 സെന്റിമീറ്റർ കുറയും. അപ്പോൾ 195 സെന്റിമീറ്റർ ആയിരിക്കും പൊക്കം. അപ്പൊ 210 മൈനസ് 15 സമം 195 സെന്റിമീറ്റർ. ഉള്ളിലെ വീതി ഇവിടെ 100 ആണ്. 7.5 വീതം കുറയും രണ്ട് സൈഡിലും. അപ്പൊ 100 മൈനസ് 15 85 സെന്റിമീറ്റർ ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. അപ്പൊ ഉള്ളിലെ പൊക്കം 195 സെന്റിമീറ്ററും ഉള്ളിലെ വീതി 85 സെന്റിമീറ്ററും ആവും. കാരണം കട്ടളയുടെ ഘനം 7 സെന്റിമീറ്റർ ആയതുകൊണ്ട് അത് സംശയമില്ലാന്ന് വിചാരിക്കുന്നു. ഇനി അതിന് ആ ഉള്ളിലെ കട്ടളയുടെ ഉള്ളു വരയ്ക്കുക. അപ്പൊ ഉള്ളിലെ പൊക്കം 195 ആണ്. വെളിയിലത്തെ പൊക്കം 210 നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഉള്ളിലെ പൊക്കവും വീതിയും കാണിക്കുക. ഇത് ഉള്ളിലെ വീതിയാണ്. അത് നമുക്കറിയാം 85 സെന്റിമീറ്റർ ആണ്. നമ്മൾ കണ്ടു. അതിൽ ഉള്ളിലെ പൊക്കം 195 ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു, കഥകൾക്കും ജനലുകൾക്കും ഒക്കെ ഉൾച്ചുറ്റാണ് നോക്കേണ്ടത്. അപ്പൊ ഉള്ളിലെ ചുറ്റെന്ന് പറഞ്ഞാൽ ഉള്ളിലെ പൊക്കവും ഉള്ളിലെ വീതിയും കൂടെ കൂട്ടി രണ്ടുകൊണ്ട് കുടിക്കുക ആണ് ഉൾച്ചുറ്റ്. അപ്പൊ അത് കണ്ടുപിടിക്കുക. അപ്പൊ ഉൾച്ചുറ്റ സമം അല്ലെ ഉള്ളിലെ ചുറ്റളവ് സമം 195 പ്ലസ് 85 ബ്രാക്കറ്റിനകത്ത് മൾട്ടിപ്ലൈഡ് ബൈ 2. ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. അപ്പൊ എത്ര ഞാൻ ചെയ്ത് നോക്കാം. 560 സെന്റിമീറ്റർ എന്ന് വരും. നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പൊ ഇതാണ് ഉള്ളിലെ ചുറ്റളവ് 560 സെന്റിമീറ്റർ. നമുക്കറിയാം കഥകൾക്കും ജനലുകൾക്കും ഒക്കെ അങ്കുലം അളവാണ് വേണ്ടത്. അപ്പൊ എന്തുവാണ് അങ്കുലം? അപ്പൊ ഇതിപ്പോ സെന്റിമീറ്റർ ആണ്. അപ്പൊ അതിനെ അങ്കുലം ആക്കണം. സമം 560/3 അങ്കുലം. അത് 3 സെന്റിമീറ്റർ ആണ് ഒരു അങ്കുലം. അപ്പൊ 560 സെന്റിമീറ്റർ 560/3 അങ്കുലം സമം 186.67 അങ്കുലം. ഇതാണ് ഉള്ളിലെ ചുറ്റളവ്, കതകിന്റെ ഉള്ളിലെ ചുറ്റളവ്. ഇനി നമുക്കറിയാം, ഇവിടെ തെക്കിനി എന്നാണ് പറഞ്ഞേക്കുന്നത്. ത്വജയോനി അല്ലെങ്കിൽ സിംഹയോനി ആകാവും. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, പ്രധാന വാതിലിന് മറ്റു വാതിലുകളെക്കാൾ കുറച്ചുകൂടെ കൂടിയ അളവ് വേണം. ചുറ്റളവൊക്കെ പൊക്കവും വണ്ണവും ഒക്കെ കൂടി ഇരുന്നാൽ നല്ലതാണ്. മറ്റു വാതിലുകളെക്കാൾ പ്രധാന വാതിലിന്റെ പൊക്കവും അതുപോലെ പ്രധാന വാതിലിന്റെ വീതിയും മറ്റു വാതിലുകളെക്കാൾ കൂടി ഇരുന്നാൽ നല്ലതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രധാന വാതിൽ ചുറ്റളവും കൂടിയിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ ത്വജയോനി അല്ലെങ്കിൽ സിംഹയോനി ആകാം, തെക്കിനി ആയതുകൊണ്ട്. അപ്പൊ കൈക്കണക്ക് പട്ടികയിൽ നിന്നും ഈ 186.67 എന്നുള്ളതുകൊണ്ട് അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഉത്തമമായ ചുറ്റളവ് എടുക്കണം. അത് എടുക്കുമ്പം ഇതിനേക്കാൾ കുറഞ്ഞ അളവെടുക്കണോ കൂടിയ അളവെടുക്കണോ? എപ്പോഴും നമ്മൾ എടുക്കേണ്ട കൂടിയ അളവാണ്. കാരണം പ്രധാന വാതിലിന് തന്നെ നമ്മൾ കുറച്ച് കുറഞ്ഞ അളവെടുത്താൽ മറ്റു വാതിലുകൾക്ക് ജനലുകൾക്ക് വീണ്ടും കുറെ കൂടെ കുറയ്ക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രധാന വാതിൽ എപ്പോഴും എടുക്കുമ്പോൾ ഇപ്പൊ ഈ നമ്മൾ കാൽക്കുലേറ്റ് 186.67 അങ്ങനെയുള്ളതിന്റെ അതിനേക്കാൾ കൂടിയ ഒരു അളവ് എടുക്കണം. ഈ കൂടിയ അളവ് തന്നെ എടുക്കുന്നതിന് ഒരു വ്യത്യാസമുണ്ട്. അതാണ് അങ്കുലം അളവിൽ കാണുന്ന പറഞ്ഞതിന്റെ ഒരു, അതായത് ഒരു കൈക്കണക്ക് പട്ടി എടുക്കുക. കൈക്കണക്ക് പട്ടികയില് ഇടത്തെ അറ്റം കോലങ്കുലം എന്ന് കൊടുത്തിട്ടുണ്ട്. കോലങ്കുലം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് 30 കോൽ, 8 അങ്കുലം, 31 കോൽ, ഇങ്ങനെ താഴോട്ട് പല കോലങ്കുലം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് ഈ 186.67 ഈ അങ്കുലം നമുക്കറിയാം. ഇപ്പൊ ഒരു 10നെ 5 കൊണ്ട് ഗുണിച്ചിട്ട് വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വാല്യൂ വ്യത്യാസം വരില്ല. ഏത് സംഖ്യയായാലും ഇപ്പൊ 100 കൊണ്ട് ഗുണിച്ച് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് അതേ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ ആദ്യത്തെ സംഖ്യ നമുക്ക് കിട്ടും. അതുപോലെ ഇപ്പൊ അങ്കുലം അളവിനെ നമ്മള് സെന്റിമീറ്റർ ആക്കണമെങ്കിൽ, അല്ലെങ്കിൽ സെന്റിമീറ്ററിന് അങ്കുലം അളവാക്കണമെങ്കിൽ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇതിപ്പോ അങ്കുലമാണ്. ഈ അങ്കുലത്തിനെ നമ്മൾ കോലാക്കണമെങ്കിൽ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 24 അങ്കുലമാണ് ഒരു കോൽ. തിരിച്ച് കോലിനെ അങ്കുലമാക്കണമെങ്കിൽ 24 കൊണ്ട് ഗുണിക്കുകയും ചെയ്യും.
അപ്പൊ അതുകൊണ്ട് സെയിം സംഖ്യ കൊണ്ട് ഗുണിക്കുകയും ചെയ്യും വ്യത്യാസമില്ല എന്നുള്ളതുകൊണ്ട് 186.67 അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്കുലം അളവ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഇതാണ് 186.67 കൂടാതുള്ളത്. ഇപ്പൊ നമ്മൾ ആദ്യം കോലങ്കുലം എടുക്കുക. ചുറ്റളവ് കൈക്കണക്ക് പെട്ടി ഇടത്തെ അറ്റത്തുള്ള ചുറ്റളവ്, അതിനിടെ കോലങ്കുലത്തില് 186.67 കുറയാതുള്ള, കാരണം കൂടിയ അളവ് എടുക്കണം. മെയിൻ ഡോർ ആയതുകൊണ്ട് കൂടിയ അളവ് എടുക്കണം. അപ്പൊ 186.67 കുറയാതുള്ളതും അങ്കുലം 0 അളവെടുക്കണം. കാരണം അങ്കുലം 0 എടുക്കാവും. അതല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രശ്നം. 24 ഗുണിക്കുകയും കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അങ്കുലം പോയിന്റ് കഴിഞ്ഞ് 0, അതായത് അങ്കുലം 0 ആയിരിക്കണം. അപ്പൊ ഇതിനകത്ത് നോക്കുക. അല്ലെങ്കിൽ പിന്നെ പോയിന്റിനെ നമ്മള് 186 പോലെ എത്ര അങ്കുലം 0.67 അങ്കുലം 67 അങ്കുലം അല്ല. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഈസി എന്ന് വെച്ചാൽ 186.67 കൂടുതലുള്ള ഈ ചുറ്റളവ്, അത് അങ്കുലം 0 ആയിട്ടുള്ളത്, കോല് മാത്രമുള്ള അങ്കുലം 0 ആയിട്ടുള്ള അളവ് ഏതാണ്? അത് സിംഹയോനി അല്ലെങ്കിൽ ധ്വജയോനി ആയിരിക്കണം. അപ്പൊ ഇത് നോക്കുക, അത് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് കണ്ടുപിടിക്കുന്നവരെന്ന് പറയാം. നൂറ്റി 98. 193. ഒരാൾക്ക് 198 കിട്ടി, മറ്റൊരാൾക്ക് 193 കിട്ടി. 198 എങ്ങനെ കിട്ടിയത്? ആരാ 198 എന്ന് പറഞ്ഞ ആരാണ്? ഹലോ, 2 അങ്കുലം 2 അങ്കുലത്തിൽ എടുത്തു. അല്ല, കോലങ്കുലം അല്ല, ഇതിനകത്ത് ഇതിൽ കിടക്കുന്ന പോലെ എടുക്കണം. ഇതിപ്പോ നോക്കുക, 77-ാമത്തെ പേജ് നോക്കുക. 77-ാമത്തെ പേജിൽ നമുക്കിപ്പം പിന്നെ 77 76 76-ല് 185 കോലുണ്ട്. അതായത് അങ്കുലം 0 ആയിരിക്കണം. 185 കോൽ 0 അങ്കുലമുണ്ട്. ഇത് 186 അപ്പൊ അതിൽ കൂടുതൽ. അപ്പൊ അത് 189 ഉണ്ട്. അത് പക്ഷെ ഗജയോനിയാണ്. നമുക്ക് സിംഹം അല്ലെങ്കിൽ ധ്വജം വേണം. അപ്പൊ അതിൽ കൂടുതൽ കേട്ടില്ല. ഈ കൈക്കണക്ക് പട്ടികയില് 196 സെന്റി എന്നുള്ളത് ഏത് പേജിലാ? പേജ് നമ്പർ എന്ന് പറയുമോ? 196 എന്നുള്ളത് 196 കോൾ മാത്രമുള്ള ഒരു ഇതിനകത്തില്ല. ഇതിപ്പോ പേജ് നമ്പർ 76 77 ആ പേജ് നോക്കണം. 76 77 പേജ് 186.67 കൂടുതലായിരിക്കണം. അങ്കുലത്തിന്റെ ഭാഗം 0 ആയിരിക്കണം. ധ്വജയോനിയോ സിംഹയോനിയോ ആയിരിക്കണം. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അവിടെ നോക്കുമ്പോൾ. കാരണം 186.67 കിട്ടിയത്. അതിൽ കുറയാൻ പാടില്ല, അതിൽ കൂടിയതായിരിക്കണം. അതുപോലെ അങ്കുലം 0 ആയിരിക്കണം. 191 0 അത് വൃഷഭയോനി അല്ലേ? നോക്കൂ, എടുക്കാൻ പറ്റില്ല. 191 എടുക്കാൻ ഒക്കില്ല, കാരണം വൃഷഭയോനിയാണ്. ധ്വജയോനി അല്ലെങ്കിൽ സിംഹയോനി മാത്രമേ എടുക്കാവൂ. 193 എടുക്കത്തില്ല. 186 186 67 അപ്പൊ 189 ഗജയോനിയാണ്. ആദ്യം നോക്കുക, 186 67 കൂടി വരണം. 189 ഉണ്ട്, പക്ഷെ അത് ഗജയോനിയാണ്, ഒക്കില്ല. പിന്നെ അങ്കുലം 0 വരെ 191 191 0 അത് വൃഷഭയോനിയാണ്, അതെടുക്കാൻ ഒക്കില്ല. പിന്നെ 193 0 അത് സിംഹയോനി ഉത്തമം. നമുക്ക് ടെക്നിക്ക് ആകാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് 193 എന്നുള്ളതാണ് അളവെടുക്കേണ്ടത്. 193. പക്ഷെ 193 നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ടതാ 193 അങ്കുലം. അതായത് നമ്മൾ നോക്കുന്നത് ഇതിപ്പം 186 കോൽ 186.67 അങ്കുലമാണ്. അത് 193 കോലായിട്ട് എടുക്കണം. എന്നിട്ട് തിരിച്ച് ഇതിനകത്ത് 193 അങ്കുലം എഴുതണം. നോക്കുക, പ്രധാന വാതിലിന് മറ്റു വാതിലുകളെക്കാൾ ഉയരവും വീതിയും കൂടിയിരിക്കുന്നത് നല്ലതാണ്. അത് നേരത്തെ പറഞ്ഞാൽ പ്രധാന വാതിലിന് മറ്റു വാതിലുകളെക്കാൾ ഉയരവും വീതിയും കൂടിയിരിക്കുന്നത് നല്ലതാണ്. ഇത് വേണമെങ്കിൽ നോട്ട് തരും. എന്തുകൊണ്ടാണ് 186 കൂടിയതെടുക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. 186 കുറഞ്ഞ എടുക്കില്ല, അതിൽ കൂടി എടുക്കുന്നുള്ളൂ.
അതിന്റെ കാരണം പ്രധാന വാതിലിന് മറ്റു വാതിലുകളെക്കാൾ ഉയരവും വീതിയും കൂടിയിരിക്കുന്നത് നല്ലതാണ്. വീട് തെക്കിനി ആയതുകൊണ്ട് സിംഹയോനിയും ധ്വജയോനിയും ആകാം. വീട് തെക്കിനി ആയതുകൊണ്ട് സിംഹയോനിയും ധ്വജയോനിയും ആകാം. അപ്പൊ അങ്കുലം അളവ് 0 ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അളവ് കൈക്കണക്ക് പട്ടികയിൽ നിന്ന് കാണണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്കുലം 0 ആയിരിക്കണം. അങ്കുലം അളവ് 0 ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അളവ് കൈക്കണക്ക് പട്ടികയിൽ നിന്നും കാണണം. അപ്പൊ നമുക്കിവിടെ നോക്കുമ്പോൾ 193 പൂജ്യം കിട്ടും. അതാണ് ഒരു ആരോ ഇടുമ്പോൾ ഫ്രം ദി ടേബിൾ 193 പൂജ്യം സിംഹയോനി ഉത്തമം. അപ്പൊ അത് നമ്മള് വാതിലിന്റെ ചുറ്റളവായിട്ട് എടുക്കണം. ഇത് ഉൾച്ചുറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ വാതിലിന്റെ ഉൾച്ചുറ്റായിട്ട് 193 പോൽ 0 193 പോൽ. അതിപ്പോ ഇവിടെ എടുക്കുമ്പോൾ തിരിച്ച് അങ്കുലമായിട്ട് അങ്ങനെ അങ്കുലത്തിലെ കോലാക്കി തിരിച്ച് അങ്കുലമായിട്ട് എടുക്കണം. 193 പൂജ്യം എന്നുള്ള അങ്കുലമാണ് സിംഹയോനി ഉത്തമം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വരിയിലോട്ട് പോവാണ്. 193 അങ്കുലം എന്നെടുക്കണം എന്ന് പറയുമ്പോൾ 193 ഗുണം 3 സമം 579 സെന്റിമീറ്റർ ആണ്. 193 നമ്മൾ അങ്കുലമായിട്ട് എടുത്തു. അപ്പൊ അതിനെ സെന്റിമീറ്റർ ആക്കുമ്പോൾ 3 കൊണ്ട് ഗുണിക്കണം. 579 സെന്റിമീറ്റർ. അപ്പൊ ഈ 579 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഉൾച്ചുറ്റുള്ള കഥകൾ. പിന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ നോക്കാറുള്ളത്, സാധാരണ ഒരു ഉത്തമമായിട്ടുള്ള ഒരു അളവുണ്ട് ഹൈറ്റ് കൊടുക്കാൻ 204.5 സെന്റിമീറ്റർ. അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം 204.5 സാധിക്കുമെങ്കിൽ 204.5 സെന്റിമീറ്റർ എന്നുള്ള ഹൈറ്റ് മെയിൻ ഡോറിന് ഉത്തമമായിട്ടുള്ള അളവാണ്. അത് ഓക്കെ. 204.5 സെന്റിമീറ്റർ സാധാരണയായി പ്രധാന വാതിലുകൾക്ക് കൊടുക്കാറുള്ള ശുഭമായ ഉൾപ്പൊക്കമാണ്. 204.5 സെന്റിമീറ്റർ സാധാരണയായി പ്രധാന വാതിലുകൾക്ക് കൊടുക്കാറുള്ള ശുഭമായ ഉൾപ്പൊക്കമാണ്. അപ്പൊ ഇവിടെ 579 ഉൾചുറ്റായിട്ട് കിട്ടി. ചുറ്റും പൊക്കം അറിയാമെങ്കിൽ വീതി കാണാൻ ചുറ്റ ഡിവൈഡഡ് ബൈ 2 മൈനസ് പൊക്കം. അപ്പം ഉള്ളിലെ വീതി കാണണമെങ്കിൽ ഉൾവീതി സമം 579 ഡിവൈഡഡ് ബൈ 2 മൈനസ് 204.5. അങ്ങനെ 204.5 എന്നുള്ളത് നമ്മൾ പൊക്കമായിട്ട് എടുത്താൽ, ഉള്ളിലെ പൊക്കമായിട്ട് എടുത്താൽ സമം 85 സെന്റിമീറ്റർ. അപ്പൊ ഉള്ളിലെ വീതി 85 സെന്റിമീറ്റർ, പഴയ വീതി തന്നെ കിട്ടും. വാസ്തു നിബന്ധനകൾ അനുസരിച്ച് പ്രധാന വാതിലിന്റെ ഉത്തമമായ അളവുകൾ ഇങ്ങനെ ഒരു പടം കൊടുത്തിട്ട് നമ്മൾ അവസാനം കാണിക്കണം. അളവുകൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. 204.5 സെന്റിമീറ്റർ ഉൾപ്പൊക്കം, 85 സെന്റിമീറ്റർ ഉള്ളിലെ വീതി, 15 സെന്റിമീറ്റർ 2 സൈഡും കൂടെ കട്ടിളകനം വരും. അപ്പൊ പൊക്കം 204ന്റെയും 15 219 വരെ വരും. വീതി 85 15 100 വരും. അപ്പം കട്ടില ഉൾപ്പെടെയുള്ള പൊക്കം 219 സെന്റിമീറ്ററും കട്ടില ഉൾപ്പെടെയുള്ള വീതി 100 സെന്റിമീറ്റർ കിട്ടും. ഇത് തെക്കിനിയായിട്ട് ചെയ്യുന്ന വീടുകൾക്ക് ഏറ്റവും ശുഭമായിട്ടുള്ള മെയിൻ ഡോറിന്റെ അളവാണ്, പ്രധാന വാതിലിന്റെ അളവാണ്. പിന്നെ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള, അത് ആക്ച്വൽ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ ഈ അളവ് കണ്ടുപിടിക്കാൻ ഇത്രയും മതി. പക്ഷെ ആക്ച്വൽ കൺസ്ട്രക്ഷനായിട്ട് വരുമ്പോൾ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ളവർക്കൊക്കെ അറിയാം, സാധാരണ നമുക്ക് ഈ ഒരു ഡോർ വെച്ച് കഴിഞ്ഞാൽ ഡോറിന്റെ മുകളിലാണ് ലിൻഡൽ വാർക്കുന്നത്. ഡോറിന് നേരെ തൊട്ട് മുകളിൽ ഡോറിൽ ഏതാണ്ട് ടച്ച് ചെയ്തിരിക്കത്തക്കോണ്ടാണ് ലിൻഡൽ വാർക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ ലിൻഡൽ പൊക്കം 219 സെന്റിമീറ്റർ വരും. കാരണം ഡോറിന് മുകളിലാണ് വെക്കുന്നത്. 219 സെന്റിമീറ്റർ പൊക്കി വേണം ലിൻഡൽ വാർക്കാൻ. സാധാരണ ഡോറുകൾക്ക് 210 സെന്റിമീറ്റർ ആണ് കൊടുക്കാറുള്ള ഹൈറ്റ്. ഓക്കെ, 210 സെന്റിമീറ്റർ ആണ് സാധാരണ കട്ടില ഉൾപ്പെടെ ഡോറുകൾക്ക് കൊടുക്കാറുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനകത്തൊരു 9.5 സെന്റിമീറ്റർ കൂടുതൽ വരും.
അപ്പൊ മറ്റു ഡോറുകളൊക്കെ 210 സെന്റിമീറ്റർ തന്നെ ചെയ്തിട്ട് പ്രധാന വാതിലിന് മാത്രം ഒന്ന് പൊക്കി പ്രധാന വാതിലിന്റെ ലിൻഡിൽ വരുമ്പോൾ അവിടെ കുറച്ച് ഒരു 9 സെന്റിമീറ്റർ പൊക്കി ലിൻഡിൽ കൊടുക്കണം. അത് ആക്ച്വൽ കൺസ്ട്രക്ഷൻ. പ്രധാന വാതിൽ വരുന്ന ഭാഗത്തെ ഭിത്തിയുടെ അല്ല കതകിന്റെ മുകളിലെ ലിൻഡല് ഒരു 9 സെന്റിമീറ്റർ കൂട്ടി 219 സെന്റിമീറ്റർ ലിൻഡൽ ഹൈറ്റ് കൊടുക്കണം. ലിൻഡലിന്റെ താഴെ വരെയുള്ള ഹൈറ്റ്. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരും. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ലിൻഡൽ വീണ്ടും താത്ത 210 തന്നെ ചെയ്യാം. അല്ലാതെ വേറൊരു വിധത്തിൽ ചെയ്യാൻ വേണമെങ്കിൽ കംപ്ലീറ്റ് 219 കൊടുക്കാം. കംപ്ലീറ്റ് 219 കൊടുക്കുമ്പോൾ മറ്റു വാതിലുകൾക്ക് ഹൈറ്റ് കുറവായി 210 ആയിരിക്കും. അപ്പൊ അവിടെ ഒരു 9 സെന്റിമീറ്റർ ഗ്യാപ്പ് വരും. ഡോറ് കഴിഞ്ഞിട്ട് ലിൻഡൽ വരെ ഒരു 9 സെന്റിമീറ്റർ ഗ്യാപ്പ് വരും. അപ്പൊ ആ ഗ്യാപ്പ് നമ്മൾ വെറുതെ ചുടുകട്ടയോ വെച്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ അവിടെ ക്രാക്ക് വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 219 സെന്റിമീറ്റർ ത്രൂ ഔട്ട് ലിൻഡൽ ഹൈറ്റ് കൊടുത്തിട്ട് മറ്റ് ഡോറുകളും ജനലുകളൊക്കെ ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് കോൺക്രീറ്റ് കൊണ്ട് ഫില്ല് ചെയ്യണം. കോൺക്രീറ്റ് കൊണ്ട് ഫില്ല് ചെയ്താൽ അങ്ങനെ ക്രാക്ക് വരാറില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചുടുകട്ട കൊണ്ടാണ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ കുറെ കഴിയുമ്പോൾ ക്രാക്ക് വരും. ഇത് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. ഓക്കെ. അപ്പൊ ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ജനല് ഇതിപ്പോ ഡോറിനാണ്. നമ്മൾ ജനലാണെങ്കിലും ഇതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ വരച്ചോളൂ. ജനൽ 3 പാനൽ ജനലാണ്. അപ്പൊ അതിന്റെ ഉൾപ്പൊക്കം തന്നെ ഇതാണ്. അത് ഉൾവീതി 3 പാനലിന്റെ കൂടെ ആകെ വീതിയാണ് ഉള്ളില്. ഇതാണ് ഉയരവും. അപ്പൊ ഈ അളവുകൾ വേണം കണ്ടുപിടിക്കാൻ. ഇത് വരച്ചാണെന്ന് വിചാരിക്കുന്നു. അപ്പം അല്ല അപ്പൊ ഇതോടുകൂടി പൊക്കത്തിന്റെ അതായത് വാതിലുകൾ ജനലുകൾ എന്നുള്ള ഇത് കഴിഞ്ഞു. നമ്മൾ പഞ്ചഭൂതാത്മകമായ പൊക്കവും വാതിലുകൾ ജനലുകളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇനിയുള്ളത് പിന്നെ റിവിഷന്റെ ഒരു കാര്യം കൂടെ ഉള്ളൂ. ഫെങ് ഷൂയി ആൻഡ് ഇന്റഗ്രേറ്റഡ് വാസ്തു. അതുകൂടെ അതും നമ്മുടെ പിന്നെ ബേസിക് അല്ലെങ്കിൽ പിന്നെ ഡിപ്ലോമ കോഴ്സിൽ പഠിച്ചതാണ്. അത് പക്ഷെ ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യണം. അപ്പോൾ അത് നോക്കാം. ഹെഡിങ് എന്ന് എഴുതിക്കോളൂ. ഫെങ് ഷൂയി ആൻഡ് ഇന്റഗ്രേറ്റഡ് വാസ്തു. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിക്കൂ സാറേ. ഈ ജനലിന് ഇപ്പൊ നമ്മൾ വാതിലിന് 204.5 എന്ന് പറഞ്ഞില്ലേ, അതുപോലെ വല്ല ഉത്തമമായ അളവ് ജനലിന്റെ അങ്ങനെയില്ല. അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് കൊടുക്കാം. പക്ഷെ ചുറ്റളവ് കറക്റ്റ് ആയിരിക്കണം. നീളവും വീതിയൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് കൊടുക്കാം. ഇടയ്ക്കുള്ള കട്ടളക്കുള്ള വീതി അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. എല്ലാ കട്ടളയും 6 സെന്റിമീറ്റർ ആയിരിക്കണം. ഇടയ്ക്കുള്ളതും മുകളിലത്തെ താഴത്തെ 2 സൈഡിലും ഇടയ്ക്കുള്ളതും എല്ലാം ഘനം 6 സെന്റിമീറ്റർ ആയിരിക്കും.
അപ്പൊ ഓരോ ജനലിനും ഒരേ അളവ് തന്നെ ആയിരിക്കണേ. എല്ലാത്തിനും ഒരേ അളവായിരിക്കും. എല്ലാ ജനലുകൾക്കും മെയിൻ ഡോർ അല്ലാതുള്ള കഥകുകൾക്കും ജനലുകൾക്കും എല്ലാം 6.5 സെന്റിമീറ്ററും മെയിൻ ഡോറിന് 7.5 സെന്റിമീറ്ററും. ശരി സാർ. ഫെങ്ഷി ഇന്റഗ്രേറ്റഡ് വാസ്തു നമുക്കറിയാം. ഫെങ്ഷി ഇതില് ഇവിടെ ഇപ്പം ഫെങ്ഷി നേരത്തെ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഈ ക്ലാസ്സിൽ? ഇവിടെ ഇതിന്റെ കൂടെ പിന്നെ ഈ കോഴ്സിന്റെ ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ടുള്ളവർ ഫെങ്ഷി നേരത്തെ പഠിച്ചിട്ടുണ്ട്. അല്ലാതെ ഉള്ളവർക്ക് അറിയാം അവർ ഫെങ്ഷി നേരത്തെ പഠിച്ചവരാണോ? അല്ല. ഓക്കെ, നമുക്കൊന്ന് നല്ല കാരണം ഫെങ്ഷിയില് ഒരുപാട് കാര്യങ്ങള് നമ്മൾ ഫെങ്ഷി എന്ന് പറഞ്ഞാല് ഒരു ചൈനീസ് വാസ്തുശാസ്ത്രം നിങ്ങൾക്കറിയാം. അത് ചൈനക്കാരുടെയാണ്, നമുക്കെല്ലാം പക്ഷെ വളരെയധികം നമുക്ക് പ്രായോഗികമായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ. അത് കുറച്ചും പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഫെങ്ഷികളുമായി നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല് ഈ ഭാരതീയ വാസ്തുശാസ്ത്രത്തില് നമ്മളൊരു കറക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ, ഒരു പരിഹാരം, ഒരു വാസ്തുദോഷ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരാനായിട്ട് കുറച്ച് കാലതാമസം വരും. പക്ഷെ ഫെങ്ഷിയില് കുറച്ച് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നമ്മളിപ്പോൾ അലോപ്പതി ആയുർവേദം എന്ന് പറയുന്ന പോലെ ഇപ്പൊ ആയുർവേദത്തിലാണെങ്കിൽ കുറച്ചുകൂടി റിസൾട്ട് കിട്ടാൻ താമസിക്കും. അലോപ്പതി ഒരു ഇഞ്ചക്ഷൻ അവർ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് പറയുന്ന പോലെ തന്നെ ഇതിലും ആ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഫെങ്ഷിയില് അതിന്റെ റിസൾട്ട് കുറച്ച് പെട്ടെന്ന് കിട്ടും. അതേസമയം ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ റിസൾട്ട് കിട്ടാൻ കുറച്ചുകൂടി താമസം എടുക്കും. അതുപോലെ പിന്നെന്നുള്ളത് ഫെങ്ഷിയില് ഈ ഭാരതീയ വാസ്തുശാസ്ത്രത്തില് അല്പം കാലതാമസം എടുക്കുമെങ്കിലും ഒരിക്കൽ നമുക്ക് റിസൾട്ട് കിട്ടിയാൽ പിന്നെ ആ റിസൾട്ട് പെർമനന്റ് ആണ്. അത് ആ കറക്ഷൻ ചെയ്ത കറക്ഷൻ അവിടെ വളർത്തോളം കാലം അതിന്റെ ഗുണം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഫെങ്ഷിയിൽ അങ്ങനെയല്ല. ഫെങ്ഷിയിൽ ചില സമയമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഫെങ്ഷിയിലെ ആളുകളുടെ ഡയറക്ഷനും ദിശയൊക്കെ ചിലപ്പോൾ ചില സമയം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ദിശകളുടെ പ്രാധാന്യം, ഏത് ദിശയാണ് ഏതിന്റെ പ്രാധാന്യം എന്നുള്ളതൊക്കെ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഫെങ്ഷി റിസൾട്ട് പെട്ടെന്ന് കിട്ടും. പക്ഷെ കിട്ടുന്ന റിസൾട്ട് ഒരു പെർമനന്റ് ആയിട്ട് നിൽക്കണം എന്നില്ല. ചില കേസിൽ നിൽക്കും, പക്ഷെ നിൽക്കണം നിർബന്ധമില്ല. അതേസമയം ഭാരതീയ വാസ്തുശാസ്ത്രത്തില് റിസൾട്ട് കിട്ടാൻ കുറച്ച് താമസമുണ്ട്. പക്ഷെ ഒരിക്കൽ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് പെർമനന്റ് ആയിട്ട് ആ റിസൾട്ട് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു കറക്ഷൻ ആയിരിക്കും. അപ്പൊ ഇതിപ്പോ ഈ ഫെങ്ഷി ആൻഡ് ഇന്റഗ്രേറ്റഡ് വാസ്തു എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തില് സംയോജിത വാസ്തുശാസ്ത്രം എന്ന് പറയും. ഈ സംയോജിത വാസ്തുശാസ്ത്രത്തില് ഇതിന് ഇറ്റ്സ് എ കോമ്പിനേഷൻ, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. അതൊരു റീസെന്റ്, കാരണം നമുക്കറിയാം ഫെങ്ഷി ആയാലും ഭാരതീയ വാസ്തുശാസ്ത്രമായാലും വളരെ 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 വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ശാസ്ത്രങ്ങളാണ്. പക്ഷെ ഇന്റഗ്രേറ്റഡ് വാസ്തു എന്ന് പറയുന്നത് കുറെ കൂടെ വളരെ റീസെന്റ് ആയിട്ടുള്ള, അധികം കാലമായിട്ടില്ല ഇന്റഗ്രേറ്റഡ് വാസ്തു എന്നുള്ള ഇത് നിലവിൽ വന്നിട്ട് അധികം ആയിട്ടില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ. അതായത് ഭാരതീയ വാസ്തുശാസ്ത്രം, അതുപോലെ ചൈനീസ് ഫെങ്ഷുയി, അതുപോലെ തന്നെ പിന്നെ മന്ത്ര കറക്ഷൻ, അതായത് വാസ്തുദോഷ പരിഹാരങ്ങൾക്ക് ചില മന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള കറക്ഷൻ ഉണ്ട്, ചില യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള കറക്ഷൻ ഉണ്ട്. മന്ത്ര കറക്ഷൻ, യന്ത്ര കറക്ഷൻ, അതുപോലെ ലോഹങ്ങൾ ഉപയോഗിച്ചുള്ള കറക്ഷൻ, മെറ്റൽ കറക്ഷൻ ഉണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഇന്റഗ്രേറ്റഡ് വാസ്തു. അതിനകത്ത് ഇതെല്ലാം വരും. അപ്പൊ അത് പിന്നെ അഡ്വാൻസ് കോഴ്സ് അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ നമ്മൾ ഈ ഫെങ്ഷി ഇന്റഗ്രേറ്റഡ് വാസ്തു എന്ന് പറയുന്നത് ചൈനീസ് വാസ്തുശാസ്ത്രവും ഭാരതീയ വാസ്തുശാസ്ത്രവും മാത്രമുള്ള ഇതാണ് ഇവിടെ പഠിക്കുന്നത്. മറ്റേ ലോഹപരിഹാരവും അതൊന്നും ഇപ്പൊ നമ്മൾ അല്ല പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇതിനുണ്ട്. പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന് അത് വരും, അത് പിന്നീട് വരും. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫെങ്ഷിയും ഇന്റഗ്രേറ്റഡ് വാസ്തുവിലും ഭാരതീയ വാസ്തുശാസ്ത്രവും ഫെങ്ഷിയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഇതാണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. ചാപ്റ്റർ 1 അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഈ ചൈനീസ് വാസ്തുശാസ്ത്രത്തിന് ഫെങ്ഷി എന്നാണ് സാധാരണ പറയാറുള്ളതെങ്കിലും ചൈനീസ് ഭാഷയില് ശരിക്കും അത് ഫെങ്ഷി എന്നല്ല. അതിന്റെ പ്രൊനൗൺസിയേഷൻ ഫൂങ് ഷ്വേ എന്നാണ്. ആണ് ഈ കാണുന്നത് ഫൂങ് ഷ്വേ എന്നാണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ. ഇത് നമുക്കറിയാം, ഈ ബ്രിട്ടീഷുകാര് അവരുടെ സൗകര്യം അനുസരിച്ച് പല ഭാഷകളിലും ഉള്ള പല വാക്കുകളുടെയൊക്കെ ഉച്ചാരണം മാറ്റും. ഇപ്പൊ കൊല്ലം കൊയിലോണായി, തിരുവനന്തപുരം ട്രിവാൻഡ്രം ആയി,
അങ്ങനെ നമുക്ക് പല മാറ്റിയിട്ടുണ്ട്, സ്ഥലങ്ങളുടെ പേര് വരെ മാറ്റിയിട്ടുണ്ട്. സ്ഥലങ്ങളുടെ മാത്രമല്ല പല പേരുകളും അവരുടെ സൗകര്യം അനുസരിച്ച് പല ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. അതുപോലെയാണ് ചൈനീസ് ഭാഷയിലെ ഫൂങ് ഷുയി എന്നറിയപ്പെട്ടിരുന്നത്. ഈ ബ്രിട്ടീഷുകാരാണ് അത് ഫെങ് ഷുയി എന്നുള്ള ആ പ്രൊണൗൺസിയേഷൻ ആക്കിയത്. ഫൂങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ചൈനീസ് ഭാഷയിൽ വായു എന്നാണ്, എയർ. ഫൂങ് എന്നുള്ള വാക്കിന്റെ ചൈനീസ് ഭാഷയിലുള്ള അർത്ഥം വായു. ഷ്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം. അപ്പൊ ഫൂങ് ഷുയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വായുവും ജലവും ആണെന്നാണ്. നമ്മൾ സാധാരണ പറയുന്ന പ്രൊണൗൺസിയേഷൻ ഫെങ് ഷുയി എന്നാണ്. പക്ഷെ ചൈനയിൽ പോയി ഫെങ് ഷുയി എന്ന് ചിലപ്പോൾ അവർക്ക് അറിഞ്ഞെന്ന് വരില്ല. ഫൂങ് ഷുയി ആണ് അവരുടെ ചൈനീസ് ഭാഷയിലുള്ള പ്രൊണൗൺസിയേഷൻ. ഇതൊക്കെ ഏതാണെങ്കിൽ നോട്ട് ചെയ്യാം, ഏതൊക്കെ പുസ്തകത്തിലുണ്ട്. ഇതിന്റെ ഒറിജിൻ, അതായത് ഫെങ് ഷുയിയുടെ ഒറിജിൻ അല്ലെങ്കിൽ ഉത്ഭവം നമ്മുടെ ഭാരതത്തിൽ നിന്നാണെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് കാരണം ഹലോ മ്യൂട്ട് ചെയ്യുക, ആരും മ്യൂട്ട് ചെയ്തിട്ടില്ല. ഭാരതത്തിൽ നിന്നാണ് ഈ ഫെങ് ഷുയിയുടെ ഒറിജിൻ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. കാരണം ശ്രീബുദ്ധന്റെ കാലത്ത് ബുദ്ധമതം പ്രചരിപ്പിക്കാനായിട്ട് ബുദ്ധ സന്യാസിമാര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയി. ചൈനയിലും ജപ്പാനിലും അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി. അവിടെയൊക്കെ ബുദ്ധമതം പ്രചരിപ്പിച്ചു അവർ. ഇങ്ങനെ ബുദ്ധമതം പ്രചരിപ്പിക്കുന്നതിന്റെ കൂടെ നമ്മുടെ ഭാരതത്തിലെ വാസ്യാശ്രവും അവിടെ പ്രചരിപ്പിച്ചു. ചൈനയിലും ഈവൻ ജപ്പാനിലും. പക്ഷെ ജപ്പാനിൽ ഈ അത്രത്തോളം ഇല്ല. പക്ഷെ ചൈനയിൽ ഇത് വളരെ ക്ലിക്കായി. വളരെ പെട്ടെന്ന് ഇത് ചൈനക്കാരിത് ഇതിന്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി. അങ്ങനെ ചൈനയില് ഇത് പ്രചാരം സിദ്ധിക്കുകയും പിന്നെ വർഷങ്ങളുണ്ട്, ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ചൈനക്കാരുടെ ഭാഷ വ്യത്യാസമാണ്, ചൈനയിലെ പ്രകൃതി, അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ വ്യത്യാസമാണ്, അവിടുത്തെ ഭൂപ്രകൃതി വ്യത്യാസമാണ്, അവിടുത്തെ ആളുകളുടെ ജീവിത രീതി വ്യത്യാസമാണ്. ഇങ്ങനെ പല വ്യത്യാസങ്ങളും നമ്മുടെ ഭാരതവും ചൈനയായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ ആ വ്യത്യാസങ്ങളെല്ലാം കൊണ്ട് ഈ ഇന്ത്യയിലെ ഈ വാസ്തുശാസ്ത്രത്തിന് ചൈനയിലെ പല പല വ്യത്യാസങ്ങൾ ഗ്രാജുവലായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പല വ്യത്യാസങ്ങൾ വരികയും അങ്ങനെ ഈ നമ്മുടെ ഭാരതീയ വാസ്തുശാസ്ത്രം തന്നെയാണ് ഫെങ് ഷുയി ആയിട്ട് ചൈനയിൽ മാറിയിട്ടുള്ളതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിക്ക് ഈ ഭാരതീയ വാസ്തുശാസ്ത്രമാണ് ചൈനീസ് ഫെങ് ഷുയിയുടെ ഉത്ഭവത്തിന് കാരണം, അല്ലെ അതിന്റെ ഒറിജിൻ എന്ന് പറയുന്നു. ഭാരതീയ വാസ്തുശാസ്ത്രത്തിന്റെ ഉത്ഭവം നമുക്കറിയാം, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് 4 വേദങ്ങൾ, ഋഗ് യജുർ സാമ അഥർവ വേദം. ഈ 4 വേദങ്ങളിൽ 4ാമത്തെ വേദമായ അഥർവ വേദത്തിന്റെ ഉപവേദമാണ് സ്ഥാപത്യ വേദം. ഈ സ്ഥാപത്യ വേദത്തിലാണ് ഭാരതീയ വാസ്തുശാസ്ത്രത്തിൽ ഉള്ള ഏറ്റവും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞാണത് വാസ്തുവിന്റെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് സ്ഥാപത്യ വേദം. ആദ്യത്തെ ഗ്രന്ഥം, വാസ്തുശാസ്ത്രത്തിന്റെ ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് സ്ഥാപത്യ വേദമാണെന്നാണ് പറയപ്പെടുന്നത്. അതാണ് അതിനകത്ത് വളരെ കൂടുതലായിട്ട് വാസ്തുശാസ്ത്ര തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ഇതില് അറിയണം, നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും, ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും അതിന്റെ എനർജി അല്ലെങ്കിൽ ഊർജം കിട്ടുന്നത് നമുക്കറിയാം ഈ പ്രാണം, പിന്നെ അതായത് പ്രാണശക്തി എന്നാണ്. പ്രാണശക്തി അല്ലെങ്കിൽ ജീവശക്തി എന്ന് പറയും, അല്ലെങ്കിൽ ജീവൻ എന്ന് പറയാം. അപ്പൊ അതിൽ നിന്നാണ് നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള പ്രാണശക്തി കിട്ടുന്നത്. അതിന് ചൈനീസ് ലാംഗ്വേജിൽ ചി എന്നാണ് പറയുന്നത്. ചി മീൻസ് ലൈഫ് ഫോഴ്സ് ഇൻ ചൈനീസ് ലാംഗ്വേജ്. അത് ചൈനീസ് ഭാഷയിൽ ലൈഫ് ഫോഴ്സ് അല്ലെങ്കിൽ ജീവശക്തി അല്ലെങ്കിൽ പ്രാണശക്തിക്ക് ചി, CHI, ചി എന്നാണ് പറയുന്നത്. ഓൾ ലിവിങ് തിങ്സ് ഗെറ്റ് എനർജി ഫ്രം ചി. ഈ ചിയിൽ നിന്നാണ് എല്ലാ ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും അതിന്റെ ജീവന് വേണ്ടിയുള്ള എനർജി അല്ലെങ്കിൽ ഊർജം ലഭിക്കുന്നത്. വേണമെങ്കിൽ എഴുതിക്കൊള്ളാം, പക്ഷെ ഇതൊക്കെ പുസ്തകത്തിലുണ്ട്. അതായത് ചിക്ക് മലയാളത്തിൽ നമ്മൾ പറഞ്ഞ പ്രാണശക്തി. പ്രാണശക്തിക്കാണ് ചൈനീസ് ലാംഗ്വേജിൽ ചി എന്ന് പറയുന്നത്.
ഈ ചീക്ക് രണ്ട് തരം ചീ ഉണ്ട്. ആ ചീ എന്ന പ്രാണശക്തിക്ക് രണ്ട് വകഭേദങ്ങളുണ്ട്. ഒന്ന് അല്ല ഏന്ന് പറയുന്നത് യാങ് എന്ന് പറയും, യാങ് എനർജി എന്ന് പറയും. ഇത് പൊതുവെ പോസിറ്റീവായിട്ടാണ് കരുതപ്പെടുന്നത്, പോസിറ്റീവ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡ്രാഗൺ ആണ്. ഉദാഹരണം ഡ്രാഗൺ. ഈ ഡ്രാഗൺ എന്ന് പറയുന്നത് നമ്മൾ ചൈനീസ് ചില സിനിമയിലൊക്കെ കണ്ടുകാണ്, ഒരു തീ തുപ്പുന്ന ഒരു മൃഗം. ശരിക്കും അങ്ങനെ ഒരു മൃഗം ഇല്ല. ഡ്രാഗൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സാങ്കല്പിക മൃഗമാണ്. ശരിക്കും അങ്ങനെ ഡ്രാഗൺ ഒരു മൃഗം ഇല്ല. പക്ഷെ അത് ചൈനീസ് ഭാഷ, ചൈനക്കാർ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു മൃഗമാണ് ഡ്രാഗൺ എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത്തെ രണ്ട് വകഭേദങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്താണ് യാങ് പോസിറ്റീവ്, പിന്നെ രണ്ടാമത്തെ ഇൻ എന്ന് പറയുന്നത് ശരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ശക്തിയായിട്ടാണ് കരുതപ്പെടുന്നത്. അതിന്റെ ഉദാഹരണമാണ് കടുവ, ടൈഗർ. അപ്പൊ ഇന്നും യാങ്ങും ശരിക്കും നമ്മളിവിടെ യാങ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എന്നും ഇന്നെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നും പറഞ്ഞു. പക്ഷെ ഈ നമ്മൾ സാധാരണ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗുണകരമായ ഊർജത്തെ നമ്മൾ പോസിറ്റീവ് എനർജി എന്നും നമുക്ക് ദോഷകരമായിട്ടുള്ള ഊർജത്തെ നെഗറ്റീവ് എനർജി എന്നും പറയാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ ചൈനീസ് ഇതില് ഈ ഗുണകരമായ ഊർജത്തിന് പോസിറ്റീവ് എന്നും ദോഷകരമായ ഊർജത്തിന് നെഗറ്റീവ് എന്നും അല്ല. ഈ പിന്നെ ആ ഗുണം ദോഷം നോക്കിയല്ല പോസിറ്റീവ് നെഗറ്റീവ്, എന്തോ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഒരു ഇത് രണ്ടും ഒന്ന് പോസിറ്റീവായിട്ടും മറ്റു നെഗറ്റീവായിട്ടും അറിയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് അല്ല. ഈ യാങ്ങിൽ തന്നെ നെഗറ്റീവായിട്ടുള്ള വസ്തുക്കളുമുണ്ട്, അതുപോലെ ഇന്നിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് യാങ് ഇൻ എന്ന് പറയുന്നത് പോസിറ്റീവ് നെഗറ്റീവ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന അനുകൂല ഊർജവും പ്രതികൂല ഊർജവും അല്ല. എല്ലാ വസ്തുക്കളിലും, എല്ലാ ശക്തികളിലും, എല്ലാ പ്രവൃത്തികളിലും, എല്ലാത്തിലും ശരിക്കും പറഞ്ഞാൽ ഏത് വാക്ക് നമ്മൾ ഒരു ഡിക്ഷണറി എടുത്താലും ഏത് വാക്ക് എടുത്താലും ആ വാക്കിനെയും അതിനെ നമുക്ക് ഒന്നുകിൽ യാങ്ങോ അല്ലെങ്കിൽ ഇന്നോ ആക്കാം. ചൈനക്കാര് എല്ലാ വാക്കുകളെയും ഒന്നുകിൽ അത് യാങ് അല്ലെങ്കിൽ ഇൻ ആക്കിയിട്ടുണ്ട്. എല്ലാ വസ്തുക്കളിലും എല്ലാ ശക്തികളിലും യാങ് ആൻഡ് ഇൻ അടങ്ങിയിരിക്കുന്നു. അപ്പൊ യാങ് എനർജി എന്ന് പറയുന്നതും അതുപോലെ ഇൻ എനർജിയും എല്ലാ വസ്തുക്കളിലും അടങ്ങിയിട്ടുണ്ട്, എല്ലാ ശക്തികളിലും അടങ്ങിയിട്ടുണ്ട്, എല്ലാ പ്രവൃത്തികളിലും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓടുന്നു, അതൊരു പ്രവൃത്തിയാണ്, അത് യാങ് ആണ്. അപ്പൊ അങ്ങനെ ഓരോ ഉറങ്ങുന്നു, അത് ഇന്നാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളിലും ശക്തികളിലും വസ്തുക്കളിലും എല്ലാം ഒന്നുകിൽ അത് യാങ് അല്ലെങ്കിൽ ഇന്നാണ്. അങ്ങനെ എല്ലാ വാക്കുകളെയും ചൈനക്കാര് ഒന്നുകിൽ യാങ് അല്ലെങ്കിൽ ഇൻ ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കുറെ ഇവിടെ കാണിക്കും, അത് നമുക്ക് നോക്കാം. പൂർണ്ണമായും യാങ് ആയിട്ടൊന്നുമില്ല, അതുപോലെ പൂർണ്ണമായും ഇന്നായിട്ടും ഒന്നുമില്ല. എല്ലാ യാങ്ങിനകത്തും ഇന്നുണ്ട്, എല്ലാ ഇന്നിനകത്തും യാങ്ങും ഉണ്ട്. യാങ് മാത്രമായിട്ടോ ഇൻ മാത്രമായിട്ടോ ഒന്നുമില്ല, ഒന്നിനും അസ്തിത്വമില്ല, നിലനിൽപ്പില്ല. യാങ് മാത്രമായിട്ട് ഒന്നിനും നിലനിൽക്കാൻ ഒക്കില്ല, ഇൻ മാത്രമായിട്ട് ഒന്നിനും നിലനിൽക്കാൻ ഒക്കില്ല. ആണ് എല്ലാ യാങ്ങിനകത്തും ഇൻ എനർജി ഉണ്ട്, എല്ലാ ഇന്നിനകത്തും യാങ് എനർജി ഉണ്ട്. അങ്ങനെ എല്ലാ വസ്തുക്കളും എല്ലാ ശക്തികളും യാങ് ആൻഡ് ഇൻ അടങ്ങിയിരിക്കുന്നു. പൂർണ്ണമായും യാങ് ആയോ ഇന്നായോ ഒന്നും തന്നെ ഇല്ല. 100% യാങ് ആയിട്ടൊന്നുമില്ല, 100% ഇന്നായിട്ടൊന്നുമില്ല. എല്ലാ യാങ്ങിനകത്തും കുറച്ച് ഇൻ കാണും, എല്ലാ ഇന്നിനകത്തും കുറച്ച് യാങ്ങും കാണും. ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാ യാങ് ശക്തിയിലും ഇൻ ശക്തിയും, അതുപോലെ എല്ലാ ഇൻ ശക്തിയിലും യാങ് ശക്തി അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അന്തർലീനമായിരിക്കുന്നു. എല്ലാ യാങ് ശക്തിക്കകത്ത് ഇൻ ശക്തിയുണ്ട്, എല്ലാ ഇൻ ശക്തിക്കകത്ത് യാങ് ശക്തിയുണ്ട്. അത് അതിനകത്ത് എല്ലാത്തിലും ഉണ്ട്. യാങ് ആൻഡ് ഇൻ ശക്തികളുടെ ഇത് കറക്റ്റ് ബാലൻസിലായിരിക്കണം. ഈ യാങ് ശക്തിയും ഇൻ ശക്തിയും ബാലൻസിലായിരിക്കണം. അതിന്റെ ബാലൻസിങ്ങിന് എന്തെങ്കിലും കേട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ബാലൻസിങ്ങിന് ഒരു ബാലൻസിങ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് പ്രയാസം. ശരിക്കും ബാലൻസ്ഡ് ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് പോകും.
ഇന്നും യാങ്ങും തമ്മിൽ അൺബാലൻസിങ് ഉണ്ടായാൽ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളാകാം, ആരോഗ്യപരമായ പ്രശ്നങ്ങളാകാം, റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളാകാം. ഇങ്ങനെ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇൻ ആൻഡ് യാങ് എനർജിയുടെ ആ സമതുലിതാവസ്ഥ അല്ലെങ്കിൽ ആ ബാലൻസിങ് നഷ്ടപ്പെടുമ്പോഴാണ്. യാങ് ആൻഡ് ഇൻ ശക്തികളുടെ സമതുലിതാവസ്ഥ അല്ലെങ്കിൽ ബാലൻസ് ഐശ്വര്യവും ഭാഗ്യവും പ്രദാനം ചെയ്യുന്നു. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, പുസ്തകത്തിലുണ്ടതല്ല. യാങ് ആൻഡ് ഇൻ ശക്തികളുടെ സമതുലിതാവസ്ഥ, അതിന്റെ ബാലൻസ് ശരിക്കും ബാലൻസിലാണെങ്കിൽ അത് ഐശ്വര്യവും ഭാഗ്യവും എല്ലാം നമുക്ക് തരും. ഈ സമതുലിതാവസ്ഥയ്ക്ക് ഭംഗം വരുമ്പോൾ, അത് ഇംബാലൻസ്, അത് അൺബാലൻസ് ആകുമ്പോൾ, അത് ഇംബാലൻസ് ആകുമ്പോൾ, ഇംബാലൻസ് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുന്നു. അപ്പൊ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും എല്ലാം കാരണം യാങ് ആൻഡ് ഇൻ ശക്തികളുടെ അൺബാലൻസിങ് ആണെന്നാണ് ചൈനീസ്. ഇതാണ് ശരിക്ക്. അപ്പം പിന്നെ അങ്ങനെ എന്താണ് അൺബാലൻസിങ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ വീണ്ടും ബാലൻസിലേക്ക് കൊണ്ടുവരാമെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇല്ലാതാവും. ഇതാണ് ഫെങ്ഷുയി ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വം. അതായത് ഇൻ യാങ് ശക്തികളുടെ സമതുലിതാവസ്ഥയ്ക്ക് എന്തെങ്കിലും അൺബാലൻസ് വന്നാൽ, ആ സമതുലിതാവസ്ഥയ്ക്ക് എന്തെങ്കിലും ഭംഗം വന്നാൽ അത് ദോഷങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാക്കും. ഇതാണ് ഫെങ്ഷുയി ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വം. യാങ് ഇത് കുറെ യാങ് ഇന്നുമായിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിൽ ഇപ്പൊ ഈ വിവിധ തരം യാങ് ഇൻ ശക്തികളെ നമ്മൾ അവർ ചൈനക്കാർ തരംതിരിച്ചിരിക്കുന്ന അനുസരിച്ച് നമ്മൾ നോക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഈ യാങ് എന്ന് പറഞ്ഞാൽ ഈ ഗുണകരമായതും ഇൻ എന്ന് പറഞ്ഞാൽ ദോഷകരമായതും അല്ല എന്ന് മനസ്സിലാവും. പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ യാങ് ശക്തിയാണ്, സ്ത്രീകൾ ഇൻ ശക്തിയാണ്. അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റുമോ പുരുഷന്മാരെല്ലാം പോസിറ്റീവാണ്, സ്ത്രീകളെല്ലാം നെഗറ്റീവാണ് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് അല്ല ഇത്. വെളുപ്പ് നിറം യാങ് ആണ്, കറുപ്പ് നിറം ഇന്നാണ്. ഇത് വേണമെങ്കിൽ എഴുതാം, പക്ഷെ പുസ്തകത്തിൽ ഇതിലൊക്കെ ഉള്ളതാണ്. പ്രകാശമാനമായത്, അതായത് ബ്രൈറ്റ് ആയിട്ടുള്ളത് യാങ് ആണ്. മങ്ങിയത് ഡൾ ആയിട്ടുള്ളത് ഇന്നാണ്. സൂര്യൻ യാങ് ആണ്, ചന്ദ്രൻ ഇന്നാണ്. ചുവപ്പ് നിറം യാങ് ആണ്, നീല ഗ്രേ നിറമൊക്കെ ഇന്നാണ്. പകൽ യാങ് ആണ്, രാത്രി ഇന്നാണ്. പ്രകാശം അത് ലൈറ്റ് എന്ന് പറഞ്ഞ യാങ് ആണ്, തണൽ ഷെയ്ഡ് എന്ന് പറഞ്ഞ ഇന്നാണ്. അതിൽ എഴുതുന്നുണ്ട്, എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അടുത്ത പേ എടുക്കുകയാണ്. എഴുതേണ്ട ആവശ്യമില്ല, പുസ്തകത്തിലുണ്ട്, അതിന്റെ വേണ്ട എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ, സമയം കൂടുതൽ എടുക്കും. പ്രവർത്തന ശേഷി യാങ് ആണ്, അതായത് ആക്റ്റീവ് ആയിട്ടുള്ള നല്ല ആക്റ്റീവാണ് പ്രവർത്തന ശേഷി. പാസീവ് എന്ന് പറഞ്ഞാൽ പ്രവർത്തന ശേഷി ഇല്ലാതെ താല്പര്യം, എല്ലാത്തിനും താല്പര്യക്കുറവ്, അത് പാസീവ്, അത് ഇന്നാണ്. ചൂടുള്ള കാലാവസ്ഥ അതായത് സമ്മർ യാങ് ആണ്, തണുത്ത കാലാവസ്ഥ അതായത് വിന്റർ ഇന്നാണ്. സ്വർഗം യാങ് ആണ്, ഭൂമി ഇന്നാണ്. ചൂട് യാങ് ആണ്, തണുപ്പ് ഇന്നാണ്. സൂര്യപ്രകാശം സൺഷൈൻ യാങ് ആണ്, മഴ അല്ലെങ്കിൽ റെയിൻ ഇന്നാണ്. അനക്കം അല്ലെങ്കിൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് യാങ് ആണ്. അതേസമയം അനക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ അത് ഇന്നാണ്. അനക്കമില്ലായ്മ അത് പിന്നെ സ്റ്റിൽനെസ്. പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ യാങ് ആണ്, അത് വർക്കിംഗ്. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്നാണ്, അത് സ്ലീപ്പിംഗ്. തലച്ചോറിന്റെ ഇടതുവശം യാങ് ആണ്, അത് ലെഫ്റ്റ് ബ്രെയിൻ. തലച്ചോറിന്റെ വലതുവശം അല്ലെങ്കിൽ റൈറ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇന്നാണ്.
ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ യാങ് ആണ്, അത് വർക്കിംഗ്. അതേസമയം പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നാണ്. നമ്മൾ ഏതെങ്കിലും ജോലി ചെയ്യുമ്പോൾ അതിനെ പ്ലാൻ ചെയ്തിട്ടാണ് ആ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലാൻ ചെയ്യുന്ന ആ പ്രോസസ്സ് എന്നുള്ളത് ഇന്നാണ്. ആ പ്ലാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആക്ച്വൽ വർക്ക് ചെയ്യുന്നത് പിന്നെ യാങ് ആണ്. കണക്ക് കൂട്ടുക, കാൽക്കുലേഷൻ, യാങ് ആണ്. അതേസമയം നമുക്ക് ഉൾവിളി എന്ന് പറയുന്നത് ഇൻറ്റ്യൂഷൻ. ഇതൊക്കെ നമുക്ക് നോക്കാം. അതായത് നമ്മള് ഇപ്പൊ ഒരു വീട് നോക്കാൻ പോകുന്നു, ആ വീടിന്റെ അളവൊക്കെ എടുക്കുന്നു, അളവുകളൊക്കെ എടുത്തിട്ട് ചുറ്റളവൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ആയം വ്യയം യോനി ഇതെല്ലാം കണക്ക് കൂട്ടി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടി കണ്ടുപിടിക്കുന്നത് യാങ് ആണ്. അതേസമയം കുറച്ച് നല്ല എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ചില വീട്ടിൽ ചെന്ന് കയറുമ്പോഴേ ഇവിടെ ആയതൊക്കെ ഇവിടെ പിന്നെ വയാധിക ദോഷമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ആയം കൂടുതലാണെന്നൊക്കെ ഉള്ള ഒരു ഫീലിംഗ്, ഒരു ഉൾവിളി, ഇൻറ്റ്യൂഷൻ എന്ന് പറയും, അവരുടെ ഉള്ളിലുണ്ടാവും. കുറച്ച് എക്സ്പീരിയൻസും കുറച്ചൊരു സിൻസിയറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത് ഉള്ളിലുണ്ടാവും. അപ്പൊ അങ്ങനെ അത് ഇൻറ്റ്യൂഷനാണ്. അപ്പൊ അത് നമ്മുടെ പിന്നെ ഇന്നാണ്. ആ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ബോധം എന്ന് പറഞ്ഞാൽ അത് ഉൾവിളി എന്ന് പറയുന്നത് ഇന്നാണ്. മൂർച്ചയുള്ളത്, ഷാർപ്പായിട്ടുള്ളതൊക്കെ യാങ് ആണ്. അതുപോലെ പിന്നെ മൃദുവായിട്ടുള്ളത്, സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഇന്നാണ്. പർവ്വതം യാങ് ആണ്, ജലം ഇന്നാണ്. ചെറിയ കയറ്റങ്ങളൊക്കെ യാങ് ആണ്. കുത്തനെയുള്ള കുന്നുകൾ ഇന്നാണ്. ചെറിയ കയറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ജെന്റിൽ സ്ലോപ്പ്, അത് യാങ് ആണ്. സ്റ്റീപ്പ് ക്ലിഫ്, കുത്തനെയുള്ള കുന്നുകളൊക്കെ ഇന്നാണ്. പൊക്കമുള്ള കെട്ടിടം യാങ് ആണ്, ടാൾ ബിൽഡിംഗ്. നിരപ്പായ സ്ഥലം ഇന്നാണ്. സൃഷ്ടിക്കുന്നത്, അതായത് ക്രിയേറ്റീവ്, അതായത് പ്രൊഡക്റ്റീവ്, ക്രിയേറ്റീവ് പ്രൊഡക്റ്റീവ് എന്നൊക്കെ പറയുന്നത് യാങ് ആണ്. നശിപ്പിക്കുന്നത്, ഡിസ്ട്രക്റ്റീവ് എന്ന് പറയുന്നത് ഇന്നാണ്. ഇരട്ട സംഖ്യകൾ, ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ യാങ് ആണ്. ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇന്നാണ്. ഡ്രാഗൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞു യാങ് ആണ്. കടുവ അല്ലെങ്കിൽ ടൈഗർ ഇന്നാണ്. ഇനി ഇൻ യാങ് സിമ്പിൾ ഉണ്ട്. അപ്പൊ അത് നോക്കിയാൽ അറിയാം, എല്ലാ യാങ്ങിനകത്തും ഇന്നുണ്ട്, എല്ലാ ഇന്നിനകത്തും യാങ് ഉണ്ട്. അതാണ് വരയ്ക്കേണ്ട ആവശ്യമില്ല, പുസ്തകത്തിലുണ്ടത്. ഇവിടെ വെളുത്ത നിറം കാണുന്ന യാങ്ങും കറുത്ത നിറം കാണുന്ന ഇന്നുമാണ്. ആ വെളുത്ത നിറത്തിനകത്ത് ഒരു കറുത്ത പൊട്ട് പോലെ കാണാം, കറുത്ത നിറത്തിനകത്ത് ഒരു വെളുത്ത പൊട്ടും കാണാം. അത് യാങ്ങിനകത്തും ഇന്നുണ്ട്, എല്ലാ യാങ്ങിനകത്തും ഇന്നുണ്ട്, എല്ലാ ഇന്നിനകത്തും യാങ് ഉണ്ടെന്നുള്ളതിന്റെ ഒരു സിമ്പിളാണ് ഇൻ യാങ് സിമ്പിൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ട് വരയ്ക്കാം. ഇപ്പം ഇത് കംപ്ലീറ്റ് വരച്ച് കളവിക്ക് കൊടുക്കാനൊന്നും സമയമില്ല. മനസ്സിലാക്കിയ പുസ്തകത്തിലുണ്ട്, നോക്കി വരയ്ക്കാം. കൂടുതൽ പ്രകാശമാനമായിട്ടുള്ളതും ഊർജ്ജസ്വലമായിട്ടുള്ളതും യാങ് ആണ്. ഇപ്പൊ നമ്മള് പിന്നെ ബെഡ്റൂമില് യാങ് എനർജി കൂടിയിരിക്കട്ടെ. യാങ് എനർജി നമ്മൾ ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞ പിന്നെ യാങ് എനർജി കൂടിക്കഴിഞ്ഞാല് നമ്മൾ വളരെ ആക്റ്റീവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉറക്കം വരില്ല. ബെഡ്റൂമിന് എപ്പോഴും ഇൻ എനർജി ആയിരിക്കണം കൂടുതൽ. ബെഡ്റൂമിനൊക്കെ നമ്മൾ ഇൻ എനർജി കൂടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. യാങ് എനർജി കൂടിയാൽ നമ്മൾ എപ്പോഴും ഒരു ഉറക്കം വരാതെ, വേറെ ഒന്നുമില്ല, ക്ഷീണമൊന്നുമില്ല, പക്ഷെ നമ്മൾ തിരിഞ്ഞും പറഞ്ഞോ കിടക്കും, ഉറക്കം വരാൻ താമസം വരും. അങ്ങനെ എപ്പോഴും ബെഡ്റൂമിന് ഇൻ എനർജി ആയിരിക്കണം. അതേസമയം സ്റ്റഡി റൂമിനാണെങ്കിൽ യാങ് എനർജി കൂടുതലായിരിക്കണം. സ്റ്റഡി റൂമിൽ ഇൻ എനർജി കൂടിയാൽ നമുക്ക് പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരും. അപ്പൊ പെട്ടെന്ന് ഉറക്കം വരേണ്ടിടത്തൊക്കെ ഇൻ എനർജി കൂടുതലായിരിക്കണം. ഉറങ്ങാതെ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കേണ്ട സ്ഥലത്തൊക്കെ യാങ് എനർജി കൂടുതലായിരിക്കണം. കിടക്കമുറിയിൽ യാങ് എനർജി കൂടുതലായാൽ ഉറക്കത്തിന് തടസ്സമുണ്ടാകുന്നു. അപ്പൊ കിടക്കമുറിയിൽ യാങ്ങിനേക്കാൾ കൂടുതൽ ഇന്നായിരിക്കണം. പഠനമുറിയിൽ ഇൻ എനർജി കൂടുതലായാൽ പഠനത്തിന് തടസ്സമുണ്ടാകുന്നു. ഇൻ എനർജി കൂടുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരും.
യിൻ ആൻഡ് യാങ് ശക്തികൾ അത് ചേർന്നിട്ടാണ്, വിവിധ അനുപാതത്തിൽ ചേർന്നിട്ട് പഞ്ചശക്തികൾ ഉണ്ടായി. ഫെങ്ഷുയിലെ പഞ്ചശക്തികൾ ചേർന്ന് ഫെങ്ഷുയിലെ പഞ്ചശക്തികൾ രൂപപ്പെടുന്നു. യിന്നും യാങ് ശക്തികൾ വിവിധ അനുപാതം, ഡിഫറെന്റ് റേഷ്യോ ചിലത് ഇൻ കൂടുതലായിരിക്കും, ചിലത് യാങ് കൂടുതലായിരിക്കും. അങ്ങനെ വിവിധ അനുപാതത്തിൽ ചേർന്നിട്ട് ഈ പഞ്ചശക്തി, നമുക്ക് പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതില് നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തിലുണ്ട് പഞ്ചഭൂതങ്ങൾ. അതുപോലെ ചൈനീസ് ശാസ്ത്രത്തിലെ പഞ്ചശക്തികളുണ്ട്. ആ പഞ്ചശക്തികളും പഞ്ചഭൂതങ്ങളുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്, അതിലേക്ക് വരാം. അപ്പൊ പഞ്ചശക്തികള്, ഫെങ്ഷുയിലെ പഞ്ചശക്തികൾ എന്ന് പറഞ്ഞ രൂപപ്പെടുന്നത് യിൻ ആൻഡ് യാങ് ശക്തികൾ വിവിധ അനുപാതത്തിൽ ചേർന്നിട്ടാണ്. ഇനി പഞ്ചശക്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജലം, ഇത് പഞ്ചഭൂതത്തിലും ഉണ്ട്, ജലമുണ്ട്, വാട്ടർ. മരം, ഇത് പഞ്ചഭൂതങ്ങളിൽ മരമില്ല, പക്ഷെ ചൈനീസ് പഞ്ചശക്തികളിൽ മരമുണ്ട്, വുഡ്. അഗ്നി, ഫയർ, അത് നമ്മുടെ പഞ്ചഭൂതങ്ങളിലുണ്ട്, പഞ്ചശക്തി ചൈനീസിലെ പഞ്ചശക്തിയിലുണ്ട്. ഭൂമി, എർത്ത്, അതും രണ്ടിലുമുണ്ട്. ചൈനീസിലെ പഞ്ചശക്തികളിലും ഭാരതീയവാസത്തിലെ പഞ്ചഭൂതത്തിലും ഭൂമിയുണ്ട്. ലോഹം, മെറ്റൽ, അത് പഞ്ചശക്തിയുള്ള ഒരെണ്ണമാണ്, പക്ഷെ പഞ്ചഭൂതത്തിൽ അതില്ല. അതായത് പഞ്ചഭൂതങ്ങളില് വായുവും അതുപോലെ തന്നെ ആകാശം, ഇത് രണ്ടും ഈ പഞ്ചശക്തികളിലില്ല. അതിന് പകരം മരവും ലോഹവുമാണ് ഇതിനകത്തുള്ളത്. അതിന് പകരം വായുവിന് പകരം മരം അങ്ങനെയൊന്നുമില്ല. ഇത് രണ്ടിതാണ്, രണ്ട് വ്യൂ പോയിന്റ് ആണ്. ചൈനീസ് ഭാഷയിൽ പഞ്ചശക്തികൾ, ചൈനീസ് ഭാഷ, ചൈനീസ് ശാസ്ത്രത്തില് അല്ലെങ്കിൽ ഫെങ്ഷുയി ശാസ്ത്രത്തില് പഞ്ചശക്തികളുണ്ട്. ആ പഞ്ചശക്തികൾ എന്ന് പറഞ്ഞാൽ ജലം, മരം, അഗ്നി, ഭൂമി, ലോഹം, ഇത് അഞ്ചുമാണ്. ഇത് ഭാരതീയ വാസ്തുശാസ്ത്ര പഞ്ചഭൂതങ്ങളുമായിട്ട് സാമ്യമുണ്ടെന്ന് പറയാം, പക്ഷെ വ്യത്യാസമുണ്ട്. ഇത് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ചി, അത് പ്രാണശക്തി, ലൈഫ് ഫോഴ്സ്, ആ ജീവശക്തി എന്ന് പറയുന്നത്. അതിന് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ചൈനീസ്. അതായത് ഒന്ന് ചിയെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ടിയാൻ ചായ്, ടൈ ചായ്, റെൻ ചായ്, ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ചി എന്ന് പറയുന്ന ആ ജീവശക്തിയെ അല്ലെങ്കിൽ പ്രാണശക്തിയെ ചൈനയിൽ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ടിയാൻ ചായ്, രണ്ട് ടൈ ചായ്, മൂന്ന് റെൻ ചായ്. ടിയാൻ ചായ് അതിന്റെ ഇംഗ്ലീഷില്, ടൈ ചായ്, റെൻ ചായ്. ഇതില് ഈ ടിയാൻ ചായ്ക്ക് വേറൊരു പേരുള്ളത് ഹെവൻ ലക്ക് അല്ലെങ്കിൽ സ്വർഗീയ ശക്തി എന്ന് പറയും. സ്വർഗീയ ശക്തി എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. പൊതുവെ ഇംഗ്ലീഷിൽ പൊതുവെ ഹെവൻ ലക്ക് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാലും ഹെവൻ ഫോഴ്സ് എന്നും പറയാറുണ്ട്. ടിയാൻ ചായ്ക്ക് ഹെവൻ ഫോഴ്സ്, ടൈ ചായ്ക്ക് എർത്ത് ഫോഴ്സ്, റെൻ ചായ്ക്ക് ഹ്യൂമൻ ഫോഴ്സ്. അതായത് സ്വർഗീയ ശക്തി, ഭൗമിക ശക്തി, മനുഷ്യശക്തി. ടിയാൻ ചായ് എന്ന് പറഞ്ഞാൽ സ്വർഗീയ ശക്തി, ടൈ ചായ് എന്ന് പറഞ്ഞാൽ ഭൗമിക ശക്തി, റെൻ ചായ് എന്ന് പറഞ്ഞാൽ മനുഷ്യശക്തി. അപ്പൊ ഈ ചൈനീസ് വാസ്തുശാസ്ത്ര പ്രകാരം അല്ലെങ്കിൽ ഫെങ്ഷുയി പ്രകാരം നമുക്ക് എന്ത് ഗുണമുണ്ടായാലും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അനുഭവത്തിൽ എന്ത് ഗുണകരമായ അനുഭവമോ ദോഷകരമായ അനുഭവമൊക്കെ നമുക്ക് പലപ്പോഴും ഉണ്ടാവും. അപ്പൊ അങ്ങനെ എന്ത് അനുഭവം ഉണ്ടായാലും ആ അനുഭവങ്ങൾക്ക് കാരണം ഈ മൂന്ന് ശക്തികൾ, ടിയാൻ ചായ്, ടൈ ചായ്, റെൻ ചായ്, ഈ മൂന്ന് ശക്തികൾ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ശക്തികളുടെ കൂട്ടായ്മ കൂടി ചേർന്നുള്ള അതിന്റെ എഫക്റ്റ് കൊണ്ടാണ് നമുക്ക് എല്ലാ ഗുണദോഷഫലങ്ങളും ഉണ്ടാകുന്നതെന്നാണ് ചൈന ഫെങ്ഷുയി പറയുന്നത്, ചൈനീസ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇങ്ങനെ ഈ മൂന്നെണ്ണം ഉണ്ട്. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിന്റെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ശക്തികളുടെയോ എഫക്റ്റ് കൊണ്ടാണ് അല്ലെങ്കിൽ അതിന്റെ സ്വാധീനം കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഗുണദോഷ ഫലങ്ങളും ഉണ്ടാകുന്നത്. ഇനി ഇതിനെപ്പറ്റി ഒന്നുകൂടെ കുറച്ച് ക്ലിയർ ആയിട്ട് പോകണം. ടിയാൻ ചായ്, ടൈ ചായ്, റെൻ ചായ്. ഈ ടിയാൻ ചായ് എന്ന് പറയുന്നത് വേറൊരു പേരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്വർഗീയ ശക്തി എന്ന് പറയും. ഇംഗ്ലീഷ് സാധാരണ ഹെവൻ ലക്ക് എന്ന് പറയും. ചില ബുക്കിലൊക്കെ ഹെവൻ ഫോഴ്സ് എന്നുണ്ട്.
ടൈച്ചായി ഭൗതിക ശക്തി, എർത്ത് ലക്ക്, എർത്ത് ഫോഴ്സ്. റൺചായ് മാനുഷിക ശക്തി, ഹ്യൂമൻ ലക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ ഫോഴ്സ്. ഇങ്ങനെ 3 തരത്തിലുള്ള ശക്തിയുണ്ട്. അത് ഈ ചീ എന്നാണ് ഈ 3 ഉണ്ടാകുന്നത്. ചീ എന്നുള്ള ശക്തിയുടെ 3 ഘടകങ്ങളാണ് ടിയാൻചായ്, ടൈച്ചായ്, റൺചായ്. ഇനി ഇവിടെ നമുക്ക് നോക്കാം. ഈ ടിയാൻചായ് അല്ലെങ്കിൽ സ്വർഗീയ ശക്തിയിൽ എന്തെല്ലാമാണുള്ളത്? ഒന്ന്, നമ്മളുടെ ജനന സമയവുമായി ബന്ധപ്പെട്ട ഗുണദോഷ ഫലങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ജ്യോതിഷത്തില് നമ്മുടെ ജനന സമയത്തിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകാറുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ജനന സമയവുമായി ബന്ധപ്പെട്ട ഗുണദോഷ ഫലങ്ങളൊക്കെ ഈ ടിയാൻചായ് അല്ലെങ്കിൽ സ്വർഗീയ ശക്തിയിൽ വരും. അത് കൂടാതെ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, ഉദാഹരണത്തിന് ദൈവാനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാരുടെ അനുഗ്രഹം. അപ്പൊ അങ്ങനെ വിവിധ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാവും. ഈ അനുഗ്രഹങ്ങൾ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് ശാപവും ആകാം. ഗുരുശാപം, ദൈവശാപം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകാം. അപ്പൊ നമുക്കുണ്ടാകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ശാപങ്ങളും ഒക്കെ ഈ സ്വർഗീയ ശക്തിയിൽ വരും. ടിയാൻചായ് അല്ലെങ്കിൽ ഹെവൻ ഫോഴ്സ് വരും. അതായത് നമ്മൾ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട ഗുണദോഷ ഫലങ്ങളും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളും ശാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗുണദോഷ ഫലങ്ങളും എല്ലാം ഈ സ്വർഗീയ ശക്തി അല്ലെങ്കിൽ ടിയാൻചായുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ടൈച്ചായ് എന്ന് പറഞ്ഞാൽ, ഭൗതിക ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുപാട്, നമ്മൾ താമസിക്കുന്ന വീടിരിക്കുന്ന സ്ഥലം, ആ സ്ഥലം ഇരിക്കുന്ന ആ ഭൂപ്രകൃതി, അതെല്ലാം നമുക്ക് ഗുണദോഷ ഫലങ്ങൾ തരുന്നുണ്ട്. അത് ഏതാണ്ട് പൂർണ്ണമായിട്ടും വാസ്തുവുമായി ബന്ധപ്പെട്ടതാണ് ഭൗതിക ശക്തി. അപ്പൊ ടിയാൻചായ് എന്ന് പറഞ്ഞത്, സ്വർഗീയ ശക്തി എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ജ്യോതിഷപരമായ കാര്യങ്ങൾ, അതായത് നമ്മൾ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ, അതെല്ലാം ടിയാൻചായ് വരും. അതുപോലെ നമുക്കുള്ള അനുഗ്രഹങ്ങളും ശാപങ്ങളും അതും ടിയാൻചായിൽ വരും. പക്ഷെ ടൈച്ചായ് അല്ലെങ്കിൽ ഭൗതിക ശക്തിയിൽ നമ്മളുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ, അത് നമ്മൾ താമസിക്കുന്ന വീട്, ആ വീടിന്റെ ഗുണദോഷങ്ങൾ കാരണം നമുക്ക് ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാകും. വാസ്തുപരമായ ഗുണങ്ങളും ദോഷങ്ങളും ഒരു വീടിനുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഗുണദോഷ ഫലങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം, ആ സ്ഥലം ഇരിക്കുന്ന ചുറ്റുമുള്ള പ്രകൃതി, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഗുണദോഷ ഫലങ്ങൾ, അതുമെല്ലാം ഈ ടൈച്ചായ് അല്ലെങ്കിൽ ഭൗതിക ശക്തിയിൽ വരും. പിന്നെ റൺചായ് മാനുഷിക ശക്തി. ഇപ്പൊ ദിവസവും യോഗ ചെയ്യുന്ന ഒരാള്, അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുന്ന ഒരാള്, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഡെയിലി എക്സസൈസ് ചെയ്യുന്നു, ഈവൻ ഫിസിക്കൽ എക്സസൈസ്, അതൊക്കെ ഡെയിലി ചെയ്യുമ്പോൾ അവർക്കൊരു പ്രത്യേക ശക്തി ഉണ്ടാവും. അതിനാണ് മാനുഷിക ശക്തി, ഹ്യൂമൻ ലക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ ഫോഴ്സ്. അപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതക്രമം അല്ലെങ്കിൽ ദൈനംദിന അനുഷ്ഠാനങ്ങൾ, അതായത് നമ്മുടെ ഇപ്പൊ ശ്വസനക്രിയയൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമം, യോഗ ഒക്കെ ദിവസവും ചെയ്യുന്ന ഒരു അനുഷ്ഠാനമാണ്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ഈവൻ പ്രാർത്ഥന, നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ ഭക്തിയോടുകൂടിയൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതുമൊക്കെ ഈ മനുഷ്യശക്തി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിവിധ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതാണ് ഹ്യൂമൻ ഫോഴ്സ് അല്ലെങ്കിൽ മാനുഷിക ശക്തി അല്ലെങ്കിൽ റൺചായ്. അപ്പൊ ഈ 3 ശക്തികളിൽ നോക്കുക, സ്വർഗീയ ശക്തി ആദ്യം നോക്കാം. ഈ സ്വർഗീയ ശക്തിയിൽ നമുക്ക് കാര്യമായ കൺട്രോൾ ഇല്ല. കാരണം നമ്മളൊക്കെ ജനിച്ച സമയമായിട്ട് നമ്മളൊക്കെ ജനിച്ചു കഴിഞ്ഞു. ജനിച്ച സമയം ഇനി നമുക്ക് മാറ്റാൻ ഒക്കില്ല. നമ്മളെല്ലാം ജനിച്ചു പോയി, ജനിച്ച സമയവും ഇനി നമുക്ക് മാറ്റാൻ ഒക്കില്ല. അപ്പൊ അതുകൊണ്ട് ഈ ടിയാൻചായ് അല്ലെങ്കിൽ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട ഗുണദോഷ ഫലങ്ങള്, അതിൽ കാര്യമായിട്ടുള്ള സ്വാധീനം നമുക്കില്ല, അതിന്റെ കൺട്രോൾ നമുക്കില്ല. കാരണം നമ്മളെല്ലാം ജനിച്ചു കഴിഞ്ഞു, ഇനി ആ സമയം മാറ്റാൻ ഒക്കില്ല. പക്ഷെ അതേസമയം നമുക്കുള്ള അനുഗ്രഹങ്ങൾ, നമുക്കുള്ള ശാപങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രവൃത്തിയിൽ കൂടി, നമ്മുടെ സ്വഭാവത്തിൽ കൂടി, നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ കൂടിയൊക്കെ കുറേയൊക്കെ വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും. പക്ഷെ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാര്യമായ കൺട്രോൾ നമുക്കില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പം മഴയത്ത് കുട പിടിച്ചോണ്ട് പോവാം,
മഴ നനയാതിരിക്കാം. മഴയെ മാറ്റാൻ ഒക്കില്ലെങ്കിലും മഴ നമുക്ക് ദേഹത്ത് വീഴാതെ കുട പിടിച്ചോണ്ട് പോവാം എന്ന് പറയുന്നത് പോലെ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട ചില ദോഷഫലങ്ങളൊക്കെ ചില പ്രത്യേകതരം പരിഹാരങ്ങളിൽ കൂടി നമുക്ക് ഒരളവ് വരെ നിയന്ത്രിക്കാൻ പറ്റുന്നല്ലാതെ ഒരു പൂർണ്ണമായ ഒരു നിയന്ത്രണം നമുക്ക് അതിനകത്ത് പറ്റില്ല. അസമയം ഭൗമിക ശക്തി, വാസ്തുപരമായ ഭൂമിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഗുണദോഷ ഫലങ്ങൾ, നമ്മുടെ വീടിന് എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് തന്നെ അറിയാമെങ്കിൽ നമുക്കത് നോക്കാം. ഇല്ല നമുക്ക് അറിഞ്ഞൂടെ നമുക്ക് അറിയാവുന്ന ഒരാളെ കൊണ്ട് നമുക്ക് നോക്കിക്കാം. അത് നോക്കിയിട്ട് എന്തെങ്കിലും വാസ്തുദോഷം ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അപ്പൊ അവിടെ ടൈച്ചായി എന്ന് പറയുന്നത് മിക്കവാറും 100% നമുക്ക് നമ്മുടെ കൺട്രോളിലാണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. റെൻചായി മനുഷ്യശക്തി അതിപ്പോ കുറവാണെങ്കിൽ നമ്മൾ യോഗ നമുക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ പഠിക്കാൻ ഇപ്പോൾ ഒരുപാട് യോഗ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള യോഗ ക്ലാസ്സിലൊക്കെ ചെന്ന് യോഗ പഠിക്കാം. അല്ലെങ്കിൽ പ്രാണായാമം, അല്ലെങ്കിൽ പിന്നെ ബ്രീത്തിങ് എക്സസൈസ്, അല്ലാത്ത എക്സസൈസുകൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പഠിച്ച് പ്രാർത്ഥന, പൂജ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ പഠിച്ച് നമുക്ക് നമ്മുടെ മനുഷ്യശക്തിയെ വർദ്ധിപ്പിക്കാൻ പറ്റും. അപ്പൊ ഈ 3-ല് ഒന്നാമത്തെ ടിയാൻചായി അല്ലെങ്കിൽ സ്വകീയ ശക്തി എന്ന് പറയുന്നതിനകത്ത് വലിയ കൺട്രോൾ നമുക്കില്ല. 2ഉം 3ഉം കാര്യങ്ങൾ, അതായത് ഭൗമിക ശക്തിയും മാനുഷിക ശക്തിയും കുറെ കൂടെ നമ്മുടെ കൺട്രോളിലാണ്. മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു. ടിയാൻചായി അത് ജനന സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജ്യോതിഷം, അത് ജനന സമയവുമായിട്ട് ബന്ധപ്പെട്ട ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൂടാതെ നമ്മുടെ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ, അതുപോലെ നമുക്ക് കിട്ടുന്ന ശാപങ്ങൾ, ഇതുമെല്ലാമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ടിയാൻചായ്. ടൈച്ചായ്, രണ്ടാമത്തെ ടൈച്ചായ് എന്ന് പറയുന്നത് സ്ഥലം, വീട്, കെട്ടിടം, ഇങ്ങനെയുള്ള നമ്മുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് വാസ്തുവാണ്, അത് പൂർണ്ണമായിട്ടും വാസ്തുവാണ്. റെൻചായ് നമ്മുടെ ജീവിതക്രമം, അനുഷ്ഠാനങ്ങൾ. നമ്മൾ ഇപ്പൊ യോഗയൊക്കെ ദിവസം ചെയ്യുന്നതൊക്കെ ഒരു അനുഷ്ഠാനമാണ്. ദിവസവും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ജീവിത ക്രമത്തിൽ കൂടി, ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ദൈനംദിന അനുഷ്ഠാനങ്ങളിൽ കൂടിയൊക്കെ റെൻചായിയുടെ ശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇതില് ടിയാൻചായ് നമ്മുടെ നിയന്ത്രണത്തിലല്ല പൂർണ്ണമായിട്ടാണ് റെഡ് ഇൻഡ്യൂട്ടേക്കുന്നത്. ടിയാൻചായ് അല്ലെങ്കിൽ സ്വകീയ ശക്തി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു പൂർണ്ണമായിട്ടും നമ്മുടെ നിയന്ത്രണത്തിലല്ല. ടൈച്ചായ് എന്ന് പറയുന്നത്, ടൈച്ചായും റെൻചായും ഇത് രണ്ടും ഏതാണ്ട് നമുക്ക് പിന്നെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാം. നമ്മുടെ പ്രവൃത്തി, വികാരങ്ങൾ, അനുഭവങ്ങൾ, ഇതിലൊക്കെ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങൾ, നമുക്ക് തോന്നുന്ന അനുഭവങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഗുണകരമായ അല്ലെങ്കിൽ ദോഷകരമായ അനുഭവങ്ങളും പിന്നെ ഗുണകരമായ അനുഭവങ്ങൾ നമുക്കുണ്ടാവും. നമ്മുടെ എക്സ്പീരിയൻസ് ജീവിതത്തിലുണ്ടാവും. അതിൽ നമുക്ക് പലവിധത്തിലുള്ള വികാരങ്ങളുണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്ന നമ്മുടെ പ്രവൃത്തി, വികാരങ്ങൾ, അനുഭവങ്ങളിലൊക്കെ 40% വരെ ടിയാൻചായ് ആണ് അതിന്റെ കൺട്രോൾ. 40% കൺട്രോൾ ചെയ്ത്, അതായത് ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങളും ശാപങ്ങളും ഇതെല്ലാം കൂടെ നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളുടെ 40% ഇതാണ് കൺട്രോൾ ചെയ്യുന്നത്. ബാക്കി 60% ഉള്ളൂ നമുക്ക് ടൈച്ചായും റെൻചായും കൂടെ. 40% ഓഫ് അവർ എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ 40%ത്തെയും നിയന്ത്രിക്കുന്നത് ടിയാൻചായ്. ഫെങ്ഷി പറയുന്നത് ടിയാൻചായ് ആണ്, അല്ലെങ്കിൽ സ്വർഗീയ ശക്തിയാണ്. പക്ഷെ അത് നമ്മൾ ഇൻഡ്യൂട്ടേക്കുന്ന നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഈ 40% പൂർണ്ണമായും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. പിന്നെ 30% ടൈച്ചായി ആണ്. ബാക്കി ഒരു 40, 100-ല് 40, 30 എഴുതു കഴിഞ്ഞാൽ ബാക്കി 30% റെൻചായി ആണ്. അതായത് വാസ്തുപരമായ കാര്യങ്ങളും നമ്മുടെ ശാരീരികമായ നമ്മുടെ അനുഷ്ഠാനങ്ങൾ അതും എല്ലാം കൂടെ ചേർന്ന്, രണ്ടും കൂടെ ചേർന്ന ഒരു 60% അത് നമ്മുടെ കൺട്രോളിലാണ്.
അത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. അപ്പൊ അതിന് ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമുക്ക് ഇപ്പം പിന്നെ ഒരു വീട്ടിലെ വാസ്തു 100% വാസ്തു ശരിയാണെങ്കിൽ തന്നെയും അതുകൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങൾ 30% കൺട്രോൾ ചെയ്യാൻ പോകും. ചില വാസ്തു എക്സ്പെർട്ടൊക്കെ പറയും നമുക്ക് എന്ത് ഗുണമുണ്ടായാലും എന്ത് ദോഷം ഉണ്ടായാലും അതൊക്കെ വാസ്തു കാരണമാണ്. ചില ജ്യോതിഷ പണ്ഡിതന്മാർ പറയും നമുക്കുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഗ്രഹങ്ങളുടെ ഇതാണ്, നമ്മൾ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ടാണെന്ന് പറയും. അതുപോലെ തന്നെ അങ്ങനെ. പക്ഷെ ഇതൊന്നും ശരിയല്ല. ഇതെല്ലാം ഒരു കമ്പൈൻഡ് ആണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ അനുഭവങ്ങളിൽ, ഗുണദോഷ അനുഭവങ്ങളിൽ 40% വരെ നമ്മൾ ജനിച്ച സമയവുമായിട്ടും നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ ശാപങ്ങളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. 30% നമ്മുടെ വാസ്തുപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 30% നമ്മളുടെ മാനുഷികമായ നമ്മുടെ ദൈനംദിന ജീവിതക്രമം, ജീവിത അനുഷ്ഠാനങ്ങൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത്രയും മനസ്സിലാക്കി കാണുന്നതായിരിക്കുന്നു. ഇനി 4 ദിശകളെ പ്രതിനിധീകരിക്കുന്ന 4 മൃഗങ്ങളുണ്ട്. ചൈനീസ് ഭാഷയിലുള്ള പ്രധാനപ്പെട്ടാണ്. 4 ദിശകളെ റെപ്രസെന്റ് ചെയ്യുന്ന 4 മൃഗങ്ങൾ. കിഴക്കിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്രാഗൺ. ശരിക്കും അങ്ങനെ ഒരു മൃഗം ഇല്ല, ഒരു ഇമാജിനറി ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ കിഴക്കിന് ഡ്രാഗൺ. തെക്കിന് ഫിനിക്സ് എന്ന് പറയും, ഫിനിക്സ് പക്ഷി. ഇത് ഏറ്റവും കൂടുതൽ പൊക്കത്തിൽ പറക്കുന്ന ഒരു പക്ഷിയാണ് ഫിനിക്സ് പക്ഷി. പടിഞ്ഞാറ് കടുവ, ടൈഗർ. വടക്ക് ആമ, ടോർട്ടോയിസ്. അപ്പൊ ഈ 4 മൃഗങ്ങളാണ് 4 ദിശകളെ പ്രതിനിധീകരിക്കുന്ന മൃഗങ്ങൾ. അപ്പൊ ശരിക്കും നമ്മളുടെ ഡ്രോയിങ് റൂമിൽ ഈ 4 മൃഗങ്ങളുടെയും രൂപങ്ങളൊക്കെ ഈ ചൈനീസ് സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഈ 4 രൂപങ്ങൾ വാങ്ങിച്ചിട്ട് അത് ഈ കറക്റ്റ് ദിശയിൽ കിഴക്ക് വശത്ത് ഡ്രാഗൺ, തെക്ക് വശത്ത് ഫിനിക്സ്, പടിഞ്ഞാറ് വശത്ത് കടുവ, വടക്ക് വശത്ത് ആമ ഒരേ ഹൈറ്റ് വെക്കണം. ഇപ്പൊ ഭിത്തിയിലാണെങ്കിൽ ഭിത്തിയിൽ സ്റ്റാൻഡ് എല്ലാം വെച്ചിട്ട് 4 ഒരേ പൊക്കത്തിലായിരിക്കണം. ഒന്ന് പൊങ്ങി ഒന്ന് താഴ്ന്നു അങ്ങനെ വരാൻ പാടില്ല. കഴിയുന്നതും അവിടെ മുറിയിൽ നിൽക്കുന്ന ഒരാളുടെ കണ്ണിന്റെ ഹൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരാൾ അവിടെ ആ മുറിയിൽ നിൽക്കുകയാണെങ്കിൽ അയാളുടെ ആ ഐ ലെവലിൽ ഉദ്ദേശം, ആളുടെ മുഖം തമ്മിൽ ചെറിയ വ്യത്യാസം വരും, എന്നാലും ആ ഒരു ഉദ്ദേശം ആ ഐ ലെവലിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഈ ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ മാറിപ്പോരുത്. കിഴക്ക് വശത്ത് ഡ്രാഗൺ വെക്കണം, തെക്ക് വശത്ത് ഫിനിക്സ് പക്ഷി വെക്കണം, പടിഞ്ഞാറ് കടുവ, വടക്കാമ. ഇത് 4 വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഒന്നുകിൽ 4 പടങ്ങളാകാം, അല്ലെങ്കിൽ 4 രൂപങ്ങളാകാം, അല്ലെങ്കിൽ 4 മെറ്റൽ കൊണ്ടാകാം, അല്ലെങ്കിൽ തടി കൊണ്ടാകാം. പക്ഷെ ഏതെങ്കിലും ഒന്ന് ഏതാണ് അത് തന്നെ ആയിരിക്കണം. ഇപ്പൊ ഒന്ന് പടമാണെങ്കിൽ എല്ലാം പടമായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ഡ്രാഗൺ തടി കൊണ്ടുള്ളതാണെങ്കിൽ ഫിനിക്സും കടുവയും ആമയും എല്ലാം തടി കൊണ്ടായിരിക്കണം. ഏതെങ്കിലും ഒന്ന് മെറ്റൽ കൊണ്ടാണെങ്കിൽ, ലോഹം കൊണ്ടാണെങ്കിൽ എല്ലാം മെറ്റലായിരിക്കണം. അപ്പൊ അങ്ങനെ ഒരെണ്ണം മെറ്റല് ഒരെണ്ണം ലോഹം അങ്ങനെ വരാൻ പാടില്ല. എല്ലാം ഒരുപോലുള്ളത്. ഇത് നമ്മുടെ ഡ്രോയിങ് റൂമിന്റെ 4 വശങ്ങളിൽ വെച്ചാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ യാങ് ആൻഡ് ഇന്നിന്റെ അൺബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ ആ അൺബാലൻസിനെ മാറ്റി ബാലൻസ് ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. ഈ ചിത്രങ്ങളാണെന്നില്ല, ചിത്രങ്ങളോ രൂപങ്ങളോ ഒക്കെ ആകാം, ശരിയായ ദിശകളിൽ പ്രദർശിപ്പിക്കുന്നത് ഇൻ യാങ് ശക്തികളുടെ സമതുലിതാവസ്ഥ, ബാലൻസിങ്, സമതുലിതാവസ്ഥയ്ക്ക് സഹായിക്കുന്നു. ഇൻ യാങ് ബാലൻസിങ്ങിന് സഹായിക്കുന്ന ഒന്നാണ് ഈ 4 മൃഗങ്ങളുടെ രൂപങ്ങൾ അല്ലെങ്കിൽ പടങ്ങൾ. അല്ലെങ്കിൽ അത് രൂപങ്ങളാണെങ്കിൽ തന്നെയും എല്ലാം ഒരേ പിന്നെ മെറ്റീരിയൽ ആയിരിക്കണം. തടിയാണെങ്കിൽ എല്ലാം തടി, ലോഹമാണെങ്കിൽ എല്ലാം ലോഹം. അതുതന്നെ ലോഹമാണെങ്കിൽ എല്ലാം ഒരേ ലോഹമായിരിക്കണം. ഒരെണ്ണം പിന്നെ സ്വർണത്തിൽ കൊണ്ടുവച്ചു, മറ്റേത് ഇരുമ്പ് വെച്ചു, അങ്ങനെയൊന്നും പാടില്ല. അല്ലെ പിന്നെ സാധാരണ ഈ നമ്മുടെ ബ്രാസിലൊക്കെ കിട്ടും, ബ്രാസിലാണെങ്കിൽ എല്ലാം ബ്രാസ് ആയിരിക്കണം. അങ്ങനെ വെക്കുകയാണെങ്കിൽ 4 സാധാരണ ഈ കടകളിൽ ഫെങ്ഷി ഷോപ്പിൽ 4 ഒരുമിച്ച് സെറ്റായിട്ടൊക്കെ ചിലപ്പോൾ കിട്ടും. അപ്പൊ അങ്ങനെ വെച്ച് 4 ഒരേ ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വീടിന്റെ പൊതുവായിട്ടുള്ള ഡ്രോയിങ് റൂമിൽ വെച്ചാൽ മതി. പക്ഷെ നമ്മുടെ വീടിന്റെ പൊതുവായിട്ടുള്ള ഇൻ യാങ് ബാലൻസിങ്ങിന് അത് വളരെ നല്ലതാണ്. ഇനി നമ്മുടെ ഈ ഫെങ്ഷിയുടെ പാരമ്പര്യമായിട്ട്, അതായത് പണ്ട് കാലത്തൊക്കെ ഒരു സംശയം സാർ, ഇത് കിഴക്കുള്ള വാളിലാണോ വെക്കേണ്ടത്, കിഴക്കുള്ള ഫേസിങ്ങിലാണോ വെക്കേണ്ടത്? അല്ല, 4 വശവും ഭിത്തിയില്.
ഭിത്തിയിലെ ഒന്നിലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ വെക്കാം, അല്ലെങ്കിൽ ഭിത്തി തന്നെ പിന്നെ സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്ക്രൂ ചെയ്ത് വെക്കാം. അപ്പൊ ഡ്രാഗൺ കിഴക്കുള്ള ഭിത്തിയിലാണ് വെക്കേണ്ടത്. ഡ്രാഗൺ കിഴക്കുള്ള ഭിത്തിയിൽ, ഡ്രാഗൺ കിഴക്ക്, ടൈഗർ പടിഞ്ഞാറ്, ആമ ടേർട്ടിൽ അതില് ടോർട്ടോയിസ് വടക്ക്, ഫിനിക്സ് തെക്ക്. നേരത്തെ പറഞ്ഞ ആ ഡയറക്ഷൻ ക്ലിയർ ആയോ? ഹലോ സാറേ, ഫേസ് കാണത്തില്ലയോ? ഇത് വേറെ എന്ത് ചോദിച്ചിട്ട് എന്താണ് സാറേ? അതിനൊരു ഫേസ് കാണത്തില്ലയോ? അപ്പൊ ഇപ്പൊ കിഴക്കേ ഭിത്തിയിൽ വെക്കുമ്പോ അത് തെക്കോട്ട് തിരിഞ്ഞു വെക്കും, അങ്ങനെ ഫേസ് ഉണ്ടോ? ഇതെപ്പോഴും നമ്മള് പിന്നെ ഡ്രാഗൺ ഏത് ഡയറക്ഷൻ ഇരിക്കുന്നു അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും ടൈഗർ വരുന്നത്. ടേർട്ടിൽ അല്ലെങ്കിൽ ആമ ഏത് ഡയറക്ഷൻ ഇരിക്കുന്നു അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഫിനിക്സ് വരുന്നത്. അതായത് ഒരു പിന്നെ ഒന്നുകിൽ എല്ലാം ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ എല്ലാം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വെച്ചാൽ അത് ശരിയാവും. എല്ലാം ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോക്കത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലാം ക്ലോക്ക് വൈസ്. അപ്പോൾ പാരമ്പര്യ രീതിയിലുള്ള ഫെങ്ഷി പരിഹാര മാർഗങ്ങൾ, അത് പഞ്ചശക്തികൾ പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ജലം, മരം, അഗ്നി, ഭൂമി, ലോഹം, ഇത് അഞ്ചുമാണ് പഞ്ചശക്തികൾ. ഈ അഞ്ച് ശക്തികൾ ഉപയോഗിച്ചിട്ടാണ് പണ്ട് കാലത്ത് ഫെങ്ഷി കറക്ഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് അഞ്ചല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കില്ലായിരുന്നു. ആണ് പാരമ്പര്യ രീതിയിലുള്ള ഫെങ്ഷി പരിഹാര മാർഗങ്ങൾക്ക് പഞ്ചശക്തികളായ ജലം, മരം, അഗ്നി, ഭൂമി, ലോഹം എന്നിവ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം പിന്നെ എന്താ 3 legged ഫ്രോഗ്, പിന്നെ അതുപോലെ അങ്ങനെ വേറെ പിന്നെ എന്താ ജം ട്രീ, അങ്ങനെ പല ഫെങ്ഷി ഉപകരണങ്ങൾ ധാരാളം, ഒരു 100 ടൈപ്പ് അല്ല, വിവിധ തരം ഫെങ്ഷുയി ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഈ പിന്നെ പരിഹാര മാർഗങ്ങൾക്കായിട്ട്. അപ്പൊ ഇപ്പൊ ഒരുപാടുണ്ട്. പക്ഷെ പണ്ട് ഈ 5 കാര്യങ്ങൾ ഉപയോഗിച്ചാണ് കറക്ഷൻ ചെയ്തിരുന്നത്. പിന്നീട് പലതും ആദ്യം പാരമ്പര്യമായിട്ട്, പിന്നെ ബാക്കിയുള്ളതെല്ലാം പിന്നീട് കാലക്രമേണ ഉണ്ടായതാണ്. കണ്ണാടി ഇപ്പം പാക്കുവാമ്പറം പറഞ്ഞിട്ട് കണ്ണാടിയൊക്കെ അതൊക്കെ നമുക്ക് പഠിക്കണം. അതൊക്കെ കറക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പാക്കുവാമ്പറം കണ്ണാടിയുണ്ട്. തവള, പിന്നെ 3 legged ഫ്രോഗ് എന്ന് പറയും. അക്വേറിയം, ഫിഷ് ടാങ്ക്, നമുക്കറിയാം അക്വേറിയം, ഫിഷ് ടാങ്കിന് മീനുകൾ അതിനകത്ത് ഓടിക്കൊണ്ടിരിക്കും, ബബിൾസ് വന്നുകൊണ്ടിരിക്കും, അത് അക്വേറിയം. ഇതൊക്കെ ചൈനീസ് ഇത് കറക്ഷന് വേണ്ടി അല്ലെങ്കിൽ ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. കണ്ണാടി, തവള, അക്വേറിയം തുടങ്ങിയ പരിഹാര മാർഗങ്ങൾ കാലക്രമേണ രൂപം കൊണ്ടിട്ടുള്ളതാണ്. ആദ്യം ഇത് 5 ഉള്ളായിരുന്നു: ജലം, മരം, അഗ്നി, ഭൂമി, ലോഹം. ഇനി നമുക്ക് ഇതുവരെയാണ് ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്ററിൽ പഞ്ചശക്തി ചാർട്ടും ശക്തി ചക്രങ്ങളും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. പഞ്ചശക്തി ചാർട്ടും ശക്തി ചക്രങ്ങളും. ആദ്യം പഞ്ചശക്തി ചാർട്ടാണ്. ഈ പഞ്ചശക്തികളുടെ ഒരു ചാർട്ടുണ്ട്, നോക്കാം. എലിമെന്റ് അല്ലെങ്കിൽ ശക്തി, ആ ശക്തിയുടെ പേര് എലിമെന്റ്. ഷേപ്പ്, അതിന്റെ ആകൃതി. ഓരോ ശക്തിക്കും ഒരു ആകൃതിയുണ്ട്, അതെന്താണ് വരും. പ്ലാനറ്റ്, ഈ ഓരോ പഞ്ചശക്തികളിൽ ഓരോന്നിനും ഒരു ഗ്രഹവുമായിട്ട്, ഇപ്പൊ ഈ നവഗ്രഹങ്ങൾ ഒരു ഗ്രഹവുമായിട്ട് ബന്ധമുണ്ട്. അത് ഏത് ശക്തിക്ക് ഏത് ഗ്രന്ഥമായിട്ടുള്ളതാണ്, ഏത് ഗ്രഹവുമായിട്ടാണ് ബന്ധം എന്നുള്ള അത് പറയും. അതാണ് 3ാമത്തെ ലൈൻ. 4ാമത്തെ കളർ, നിറമുണ്ട്. ഓരോന്നിനും ഓരോ നിറമുണ്ട്. പിന്നെ ഓരോ ശക്തിയുടെയും ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആണ് ഐറ്റംസ്. എന്ത് സാധനം ഉപയോഗിച്ചാണ് ഇതിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത്? സാധനങ്ങൾ. ഇത് പുസ്തകത്തിലുണ്ട്. ഇത് പിന്നെ വേണമെങ്കിൽ ഒന്ന് എഴുതാം. ആദ്യത്തെ വാട്ടർ എലിമെന്റ് ആണ്. പഞ്ചശക്തികൾ ആദ്യത്തെ ജലം.
ജലത്തിന്റെ ഒരു ക്രുക്കറ്റ് ഷേപ്പ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ജലം ഏത് പാത്രത്തിലെടുക്കുന്നോ ആ പാത്രത്തിന്റെ ഷേപ്പാവും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഇല്ല, അതിന് പുറകെ വരുന്ന വികൃതമായ ആകൃതി എന്നാണ് ക്രൂക്കറ്റ് ഷേപ്പ്. പ്ലാനറ്റ് എന്ന് പറയുന്നത് മെർക്കുറിയുമായിട്ടാണ്, അതായത് ബുധനുമായിട്ടാണ് ബന്ധം ജലത്തിന്. ജലത്തിന്റെ നിറം എന്ന് പറഞ്ഞാല് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്, നീല അല്ലെങ്കിൽ കറുപ്പ്. ജലത്തിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഫിഷ് ബൗള്. നമ്മൾ നേരത്തെ അക്വേറിയം എന്ന് പറഞ്ഞൊക്കെ ഫിഷ് ബൗള്, അക്വേറിയം, പിന്നെ വേറെ ഒന്ന് രണ്ട് സാധനം ഉള്ളത് അവസാനം പറയാം, കാരണം ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവസാനം എഴുതും. അപ്പം ഫിഷ് വാട്ടറിന്റെ സാധനങ്ങളിലുള്ളത് ഈ 2 ഐറ്റം അല്ല, ഇനിയും വരും. അത് ഇത് കഴിഞ്ഞിട്ട് പറയും. ഇപ്പൊ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അടുത്ത പേജിൽ വരും. ഫിഷ് ബോൾ, അക്വേറിയം, അത് വാട്ടർ. പിന്നെ വുഡ്, പഞ്ചശക്തിയിലെ 2ാമത്തെ വുഡാണ് മരം. അതിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ റൗണ്ട് ടോപ്പ് ആൻഡ് ഹൈ. അത് നല്ല പൊക്കത്തില് മുകൾ വശം നല്ല വൃത്താകൃതി ആയിരിക്കും, റൗണ്ട് ടോപ്പ് ആൻഡ് ഹൈ, പൊക്കമുള്ളതായിരിക്കും. പൊക്കമുള്ളതും മുകൾ വശം വൃത്താകൃതി ഉള്ളതും. മുകൾ വശം വൃത്താകൃതിയും പൊക്കമുള്ളതും അതാണ് അതിന്റെ ഷേപ്പ്. പ്ലാന്റ് എടുത്തത് ജുപ്പിറ്ററുമായിട്ടാണ്, അത് വ്യാഴവുമായിട്ടാണ് ബന്ധം. മരം. നിറം എന്ന് പറയുന്നത് ഗ്രീൻ ആണ്, പച്ച. അതിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ചെടികള്. ഇപ്പൊ നമുക്കറിയാം ഇൻഡോർ പ്ലാന്റ്സ്, ഈവൻ ഔട്ട്ഡോർ പ്ലാന്റ്സും അല്ല, ചെടികളൊക്കെ വുഡിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. പുഷ്പങ്ങൾ, പൂക്കൾ, അതൊക്കെ നല്ലതാണ്. അടുത്ത 3ാമത്തെ എലിമെന്റ് ആണ് ഫയർ, അഗ്നി. അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കോണിക്കൽ, നല്ല ഈ ട്രയാങ്കുലർ ഷേപ്പാണ്. ഷാർപ്പ് ആൻഡ് കോണിക്കൽ, നല്ല കൂർത്ത, അറ്റമൊക്കെ നല്ല മൂർച്ചയുള്ള കൂർത്തിരിക്കണം, കൂർത്ത കോണാകൃതിയിലുള്ളത്. ട്രയാങ്കുലർ ഷേപ്പൊക്കെ ആ ഷേപ്പാണ്. മാഴ്സുമായിട്ടാണ് ബന്ധം, കുജൻ. നിറം എന്ന് പറയുന്നത് ചുവപ്പാണ്, റെഡ്. അതിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന ഐറ്റംസ് പറഞ്ഞാൽ ചുവന്ന ഷെയ്ഡുള്ള വിളക്കുകൾ. ഇപ്പം ഇവർ ടേബിൾ ലാമ്പൊക്കെ ചുവന്ന ഷെയ്ഡുള്ള ടേബിൾ ലാമ്പ്, അതെല്ലാം ഫയറിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കും. ചുവന്ന ഷെയ്ഡുള്ള വിളക്കുകൾ. ബാക്കി കണ്ടിന്യൂ ചെയ്യാം അടുത്ത പേജിൽ. അടുത്തത് 4ാമത്തത് എർത്താണ്, ഭൂമി. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്, അതായത് സമചതുരം. പ്ലാനറ്റ് എന്ന് പറയുന്നത് സാറ്റേൺ ആണ്, ശനി. നിറം എന്ന് പറഞ്ഞാൽ യെല്ലോ ഓർ ബ്രൗൺ, മഞ്ഞയോ അല്ലെങ്കിൽ ബ്രൗണോ. അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് മണ്ണുകൊണ്ടുള്ള പാത്രങ്ങള്, പാറകള്, അങ്ങനെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം. പിന്നെ അതുപോലെ ക്രിസ്റ്റൽസും ഭൂമിയുടെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. അടുത്ത ലാസ്റ്റ് എലിമെന്റ് എന്ന് പറയുന്നത് മെറ്റലാണ്, ലോഹം. അതിന്റെ ഷേപ്പ് വൃത്താകൃതിയാണ്, റൗണ്ട്. പ്ലാനറ്റുമായിട്ടുള്ള ബന്ധം വീനസ് ആണ്, ശുക്രൻ. നിറം എന്ന് പറയുന്നത് നീലയാണ്, അല്ല സോറി, അത് ലോഹത്തിന്റെ നിറം എന്ന് പറഞ്ഞാൽ വൈറ്റ്, ഗോൾഡ് ഓർ സിൽവർ. വെളുത്ത നിറം, സ്വർണത്തിന്റെ നിറം, അല്ലെങ്കിൽ വെള്ളിയുടെ നിറം. വെള്ള നിറം, സ്വർണ്ണ നിറം, വെള്ളിയുടെ നിറം. അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഐറ്റം പറഞ്ഞാൽ വിൻചൈൻ, പിരമിഡുകൾ, ലോഹങ്ങൾ, ഇതൊക്കെ അതിന്റെ ശക്തി വർദ്ധിപ്പിക്കും. ഇത് എഴുതേണ്ട ആവശ്യമില്ല, പുസ്തകത്തിലുണ്ട്. അഥവാ എഴുതുന്നവരെ എഴുതി കഴിഞ്ഞ് വിചാരിക്കുന്നു. അടുത്ത നോക്കാം. ഇപ്പൊ ജലത്തിന് ഞാൻ പറയും കംപ്ലീറ്റ് ആയില്ല എന്ന് പറഞ്ഞ അവസാനം, അതാണ് ലാസ്റ്റ് കോളമാണ്. ജലത്തിന്
ഫൗണ്ടൻ, ഒഴുകുന്ന വെള്ളം, അതായത് മൂവിങ് വാട്ടർ, റണ്ണിങ് വാട്ടർ, അതൊക്കെ ജലത്തിന്റെ ഐറ്റംസ് ആണ്. അതിനകത്ത് 1-2 ഐറ്റം കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് അഗ്നിക്ക് അതുപോലെ ബാലൻസ് മെഴുകുതിരികൾ, ജലദീപം. ജലദീപം എന്ന് പറയുന്നത് ഒരു ചെറിയ പാത്രത്തിനകത്ത് കുറച്ച് പകുതി വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന കോർക്ക് വെച്ചിട്ട് അതിനകത്തൂടെ തിരി വെച്ച് കത്തിക്കും. അപ്പം പകുതി വെള്ളവും എണ്ണ ഒഴിക്കും. ആദ്യം പകുതി വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് എണ്ണ ഒഴിക്കും, നല്ലെണ്ണ. എന്നിട്ട് അതിന്റെ മുകളിലൊരു കോർക്ക് ഇട്ടിട്ട് തിരിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ എണ്ണ തീരുന്നത് വരെ ആ തിരി കത്തിയിരിക്കും. എണ്ണ കംപ്ലീറ്റ് തീരുന്ന വെള്ളം മാത്രമാകുമ്പോൾ തിരിയെ കണഞ്ഞു. അത് ജലവും ദീപ രണ്ടിന്റെ, ഫയർ ആൻഡ് വാട്ടർ രണ്ടിന്റെ ശക്തി ഉണ്ടെന്നാണ് ജലദീപം. ഭൂമി, ക്രിസ്റ്റൽ കൊണ്ടുള്ള എല്ലാം ഭൂമിയുടെ ശക്തിയെ വർദ്ധിപ്പിക്കും. മണ്ണുകൊണ്ടുള്ള രൂപങ്ങൾ, ഇതെല്ലാം ഭൂമിയുടെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ്. ഇത് മൂന്നിന്റെയും കുറച്ച് മറ്റേ നേരത്തെ ടേബിൾ എഴുതിയിട്ടുണ്ട്. ബാക്കിയാണിത് ഐറ്റംസ് എന്നുള്ളതിൽ. ഇനി അടുത്തത് അതുകൂടെ എടുത്തിട്ട് നമുക്ക് ഇത് നിർത്തും. അത് 3 ചക്രങ്ങളുണ്ട്. സഹായിക ശക്തിചക്രം, ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം, നശിപ്പിക്കുന്ന ശക്തിചക്രം. ഇങ്ങനെ 3 ശക്തിചക്രങ്ങളുണ്ട്. അതുകൂടെ നമുക്ക് നിർത്താം. സഹായിക ശക്തിചക്രം അല്ലെങ്കിൽ ഹെൽപ്പിംഗ് സൈക്കിൾ എന്ന് പറയും. ഹെൽപ്പിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് സൈക്കിൾ എന്നും പറയും. ഹെൽപ്പിംഗ് സൈക്കിൾ എന്നാണ് പൊതുവെ പറയുന്നത്. അപ്പൊ ഇവിടെ ആ ഇത് നോക്കുക, അതായത് പിന്നെ ആ പഞ്ചശക്തികൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. വുഡ്, ഫയർ, എർത്ത്, മെറ്റല്, വാട്ടർ. ആ ഫെങ്ഷിയിലെ പഞ്ചശക്തികൾ. ഇത് ഒരു ആരോ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഒരു ആരോ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക, വുഡിന്ന് ആരോ പോകുന്ന ഫയറിലോട്ടാണ്. അതായത് വുഡ് ഫയറിനെ സഹായിക്കുന്നു, മരം അഗ്നിയെ സഹായിക്കുന്നു. അതുപോലെ അഗ്നിയിൽ നിന്ന് ആരോ പോകുന്ന എർത്തിലോട്ടാണ്. അപ്പം അഗ്നി ഭൂമിയെ സഹായിക്കുന്നു. അത് എർത്തിൽ നിന്ന് ആരോ പോകുന്ന മെറ്റലിലോട്ടാണ്. ഭൂമി ലോഹത്തെ സഹായിക്കുന്നു. മെറ്റലിൽ നിന്ന് ആരോ പോകുന്ന വാട്ടറിലോട്ടാണ്. ലോഹം ജലത്തെ സഹായിക്കുന്നു. വാട്ടറിൽ നിന്ന് ആരോ പോകുന്ന വുഡിലോട്ടാണ്. ജലം മരത്തെ സഹായിക്കുന്നു. അപ്പൊ ഇത് ഓരോ എലിമെന്റും വേറെ ഓരോ എലിമെന്റിനെ സഹായിക്കുന്നുണ്ട്. ആ ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടർ, വുഡ്, ആ ഓർഡറിൽ ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള ആരോ ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് ക്രിയേറ്റീവ് സൈക്കിൾ. പഞ്ചശക്തികൾ ഏതിനെ സഹായിക്കുന്നു എന്ന് ഇതിനകത്ത് അറിയാൻ പറ്റും. അടുത്തത് പിന്നെ ഇത് വീക്കനിങ് സൈക്കിൾ അല്ലെങ്കിൽ റെഡ്യൂസിങ് സൈക്കിൾ, ക്ഷീണിപ്പിക്കുന്ന ശക്തിചക്രം. ഇത് നേരത്തെ ഉള്ളത് തന്നെ, പക്ഷെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. നേരത്തെ ഉള്ള അതേ ഫയർ, എർത്ത്, മെറ്റല്, വാട്ടർ, വുഡ്, അതായത് സെയിം ഓർ തന്നെ, പക്ഷെ ആരോ ഇടുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതായത് ഇവിടെ നോക്കുക, വുഡ് ജലത്തെ ക്ഷീണിപ്പിക്കുന്നു, ജലം ലോഹത്തെ ക്ഷീണിപ്പിക്കുന്നു, ലോഹം ഭൂമിയെ ക്ഷീണിപ്പിക്കുന്നു, ഭൂമി അഗ്നിയെ ക്ഷീണിപ്പിക്കുന്നു, അഗ്നി മരത്തെ ക്ഷീണിപ്പിക്കുന്നു. ഇത് ക്ഷീണിപ്പിക്കുന്നതാണ്. അടുത്ത കൂടെ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം. ഇനി അടുത്തതാണ് ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ, നശിപ്പിക്കുന്ന ശക്തിചക്രം. ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ അല്ലെങ്കിൽ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ വിരുദ്ധ ശക്തിചക്രം. ഇവിടെ അതേ ഓർഡർ തന്നെയാണ് ഫയർ, എർത്ത്, മെറ്റൽ, വാട്ടർ, വുഡ് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു ആരോ ആണ് ഒന്നിട വിട്ട്. അതായത് വുഡിൽ നിന്ന് ഒരു ആരോ നേരെ എർത്തിലോട്ട്, എർത്തിൽ നിന്ന് അതായത് വുഡിൽ നിന്ന് ഒരു ആരോ ഫയറിനെ വിട്ടിട്ട് ഒന്നിട വിട്ട്, രണ്ടാമത്തത് എർത്തിലോട്ടാണ്. എർത്തിൽ നിന്ന് മെറ്റലിനെ വിട്ടിട്ട് വാട്ടറിലോട്ട് ഒരു ആരോ, വാട്ടറിൽ നിന്ന് വുഡിനെ വിട്ടിട്ട് ഫയറിലോട്ട് ഒരു ആരോ, ഫയറിൽ നിന്ന് എർത്തിനെ വിട്ടിട്ട് മെറ്റലിലോട്ട് ഒരു ആരോ, മെറ്റലിൽ നിന്ന് വാട്ടറിനെ വിട്ടിട്ട് വുഡിലോട്ട് ആരോ. അങ്ങനെ ഒന്നിട വിട്ടാണ് ഈ ആരോ പോകുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം വുഡ് ഡിസ്ട്രോയിസ് എർത്ത് എന്നാണ്. മരം ഭൂമിയെ നശിപ്പിക്കുന്നു. ആരോ നോക്കുക, ഭൂമി ജലത്തെ നശിപ്പിക്കുന്നു, ജലം അഗ്നിയെ നശിപ്പിക്കുന്നു, അഗ്നി ലോഹത്തെ നശിപ്പിക്കുന്നു, ലോഹം മരത്തെ നശിപ്പിക്കുന്നു. അപ്പൊ
അപ്പൊ ഇത് ഏത് ഏജ്, അപ്പൊ 3 സൈക്കിളാണ്. ഒന്ന് ഏത് ഏതിനെ സഹായിക്കുന്നു, രണ്ടാമത് ഏതിനെ ക്ഷീണിപ്പിക്കുന്നു, മൂന്നാമത് ഏതിനെ നശിപ്പിക്കുന്നു. അപ്പൊ ഇതില് നമുക്കിപ്പം നമ്മളൊക്കെ ഏതെങ്കിലും ഒരു പഞ്ചശക്തിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതെങ്ങനെയാണ് കാണുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത് നമുക്ക് ഓരോരുത്തർക്കും ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു വീട്ടില് ഭാര്യയും ഭർത്താവും, അവർ ഒരാള് ഫയറും ഒരാൾ വാട്ടറുമാണ് ഇരിക്കട്ടെ. അതായത് ഫയർ എലിമെന്റും വാട്ടർ എലിമെന്റും. ഒരാള് അഗ്നിയുടെ പിന്നെ സ്വാധീനത്തിലുള്ള ആളാണ്, മറ്റേ ഭാര്യ ഭർത്താവ് ആരെങ്കിലും ഒരാള്, മറ്റേ ആള് ജലത്തിന്റെ സ്വാധീനത്തിലുള്ള ആളെന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ വാട്ടർ ഡിസ്ട്രോയ്സ് ഫയർ. അപ്പൊ ഇതിൽ ആരാണോ വാട്ടർ എലിമെന്റ്, അവര് കാരണം ഫയർ എലിമെന്റ് ഉള്ളവർ നശിപ്പിക്കപ്പെടുന്നു, അവരെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇപ്പം പിന്നെ ഹസ്ബൻഡ് വാട്ടർ എലിമെന്റും ഭാര്യ ഫയർ എലിമെന്റും ആണെങ്കിൽ ഈ വാട്ടർ കാരണം ഫയർ ഇല്ലാതാകും, ഫയർ നശിക്കുന്നു. അപ്പം അവിടെ പിന്നെ ഭർത്താവ് കാരണം ഭാര്യയ്ക്ക് പലവിധ വിഷമങ്ങളും എല്ലാം ഉണ്ടാകും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരെണ്ണമുണ്ട് വുഡ്. ആ വുഡ് നമ്മൾ ഹെൽപ്പിംഗ് സൈക്കിൾ നോക്കിയാൽ വുഡ് ഹെൽപ്സ് വാട്ടർ, അല്ല സോറി, വുഡ് ഹെൽപ്സ് ഫയർ, ക്ലോക്ക്വൈസ്, വുഡ് ഹെൽപ്സ് ഫയർ. അപ്പൊ നമുക്കൊരു വുഡിനെ അവിടെ കൊണ്ടുവന്നാൽ അത് ഫയറിനെ ഹെൽപ്പ് ചെയ്യും. കാരണം ഇവിടെ വാട്ടറിനെ ഫയർ നശിപ്പിക്കല, ജലം അഗ്നിയെ നശിപ്പിക്കുകയാണ്. അപ്പൊ ആ നശിപ്പിക്കുന്നതിനെ കുറയ്ക്കാൻ വേണ്ടി ജലത്തിന്റെ ശക്തി അല്പം കുറയ്ക്കണം, അഗ്നിയുടെ ശക്തി അല്പം കൂട്ടണം. അപ്പം ജലത്തിന്റെ ശക്തിയേക്കാൾ കുറഞ്ഞിരിക്കുന്ന ഫയറിന്റെ ശക്തി ആയതുകൊണ്ടാണ് ജലം അഗ്നിയെ നശിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നശിപ്പിക്കപ്പെടുന്ന ശക്തിയെ നമ്മൾ കുറച്ചൊന്ന് ശക്തിപ്പെടുത്തുക. ഏത് ശക്തിയാണോ നശിപ്പിക്കുന്നത് അതിനെ കുറയ്ക്കുക. അപ്പൊ വാട്ടറിന്റെ ശക്തി ഒന്ന് കുറച്ചിട്ട് ഫയറിന്റെ ശക്തി ഒന്ന് കൂട്ടണം. ഇത് രണ്ടും വുഡ് കൊണ്ടാണ്. കാരണം ഹെൽപ്പിംഗ് സൈക്കിളില് വുഡ് ഹെൽപ്സ് ഫയർ ആണ്. അപ്പൊ വുഡ് വരുമ്പോൾ അവിടെ വുഡ് അഗ്നിയെ സഹായിക്കും, അഗ്നിയുടെ ശക്തി അല്പം കൂടും. അതേസമയം വീക്കനിങ് സൈക്കിൾ, ക്ഷീണിപ്പിക്കുന്ന രണ്ടാമത്തെ ശക്തിയൊക്കെ വുഡ് വീക്കൻസ് വാട്ടർ ആണ്. അപ്പൊ വാട്ടറിന്റെ ശക്തി അല്പം കുറയ്ക്കും. അപ്പൊ അങ്ങനെ ഈ ഫയറും വാട്ടറും തമ്മിലുള്ള അന്തരം അല്ലെങ്കിൽ വ്യത്യാസത്തിനെ കുറച്ചിട്ട് ഈ പ്രയാസങ്ങളെ ഒരു നല്ല അളവ് ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഒരു ശക്തിയെ ഇപ്പൊ നമുക്ക് ഒരിടത്ത് ഫയറിന്റെ ശക്തിയെ കുറയ്ക്കാനായിട്ട് വാട്ടർ കൊണ്ടുവരാൻ പാടില്ല. കാരണം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളത് കൊണ്ടുവരാൻ പാടില്ല. ഒരു ശക്തിയെ നശിപ്പിക്കാൻ പാടില്ല, ശക്തിയെ കുറയ്ക്കാം. ശക്തിയെ കൂട്ടുകയും ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം, ഒരിക്കലും ഇല്ലാതാക്കാൻ പാടില്ല. അപ്പൊ വാട്ടർ വന്നു കഴിഞ്ഞാൽ ഫയർ ഇല്ലാതാവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു ശക്തിയെ വർദ്ധിപ്പിക്കാൻ, ശക്തി കുറയ്ക്കാൻ വേണ്ടി ഡിസ്ട്രക്റ്റീവ് സൈക്കിൾ പ്രകാരമുള്ള ശക്തിയെ കൊണ്ടുവരാൻ പാടില്ല. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മളിത് ഈ ശക്തി ചക്രങ്ങളൊന്നും കൂടെ അടുത്ത ക്ലാസ്സിൽ എടുക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് പഠിച്ച കാര്യങ്ങളിലോ അല്ല ജനറൽ ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ ഇതൊക്കെ പുസ്തകത്തിലുണ്ട്, വീട്ടിൽ പോയി നോക്കിക്കൊണ്ട് വരിക. ഇതിപ്പോ ഓഫ് ചെയ്യാണ്. Thank you, sir. Good night. Okay. Welcome. Thank you, sir. Welcome.